സ്നേഹവന്ദനം. അധികം സംസാരിക്കപ്പെടാത്ത ഒരു ക്യാരക്ടറിനെ കുറിച്ച് ആധാരമാക്കിയാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് പ്രസംഗമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇദ്ദേഹത്തെ കുറിച്ച്. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല, ഒരു പക്ഷെ കാണുമായിരിക്കാം. പഴയ നിയമത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു ഫിലിസ്തീനായ മനുഷ്യൻ യഹൂദമതം സ്വീകരിച്ചു വന്നവനാണ്. അദ്ദേഹത്തിന് പേരറിയാമെങ്കിലും ഫിലിസ്തീനായിരുന്നു ഒന്നും ചിന്തിക്കാനുള്ള വഴിയൊന്നും ഇല്ലതായി. നമുക്ക് 2 ശമൂവേലിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യം നമുക്ക് വായിക്കണം. 22 വരെ. ഇദ്ദായി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഗിത്യനായ ഇദ്ദായി. ഗിത്യൻ എന്ന് പറയുന്നത് ഫിലിസ്തീനയുടെ ഇടയിലുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു. അവനെ പറ്റി ദാവീദ് പറഞ്ഞു, നീ പരദേശിയാന്ന് പറഞ്ഞു. നീ ഇസ്രായേൽ ജാതിക്കാരനല്ല, നീ ഒരു പരദേശിയാണ്. അതുപോലെ നീ ഇന്നലെ വന്നവനാണ്. അടുത്ത കാലത്ത് യഹൂദമതം സ്വീകരിച്ച് ദാവീദിനോട് ചേർന്ന ആളുകളിൽ ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും 19 മുതൽ 23 വരെയുള്ള 5 വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാവീദിനെ അനുഗമിച്ച ഒരു മനുഷ്യനാണ്. പഴയ നിയമത്തിൽ ദാവീദിനോട് ഏറ്റവും അധികം കൂറ് കാണിച്ചിട്ടുള്ള മനുഷ്യരിൽ ഒരാളാണ് ഇദ്ദായി. നേതാക്കളും അനുയായികളും എക്കാലത്തും ലോകത്തുണ്ട്, ഇന്നുമുണ്ട്, ഇനി ഉണ്ടായിരിക്കുകയും ചെയ്യും. കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കൾക്ക് പിന്നാലെ ചെല്ലുവാൻ ധാരാളം പേര് ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ധനവും ശക്തിയുമുള്ള ഒരാളാണ് നേതാവെങ്കിൽ അദ്ദേഹത്തെ അനുഗമിക്കുവാനായിട്ട് കൂടുതൽ ആളുകൾ കാണും. എന്നാൽ അങ്ങനെ ചെല്ലുന്ന എല്ലാ ആളുകൾക്കും അവരുടേതായ ചില ലക്ഷ്യങ്ങൾ കാണും. അനുഗമിക്കപ്പെടുന്നതായിരിക്കുന്ന ആളിന്റെ സ്വഭാവ മഹത്വമോ ദൈവത്തിന്റെ പരിപാടിയിൽ അവനുള്ള സ്ഥാനമോ ഒന്നും നോക്കി വളരെ കുറച്ച് ആളുകളെ അനുകരിക്കാറുണ്ട്. എന്തെങ്കിലും വ്യക്തിപരമായ ലാഭം ഉണ്ടാകണം. ദാവീദിനെ അനുഗമിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരിൽ ചിലരൊക്കെ അവസാനം വരെ നിന്നവരാണ്. പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തെ പറ്റി നമുക്ക് നോക്കുമ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിനെ അനുഗമിച്ച ആളുകളും ജനസഹസ്രങ്ങൾ അനുഗമിച്ചല്ലോ. എന്തിനു വേണ്ടിയാണ് അവരൊക്കെ അനുഗമിച്ചത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് അവരൊക്കെ എന്താ വിളിച്ചു പറഞ്ഞത്? അവനെ ക്രൂശിക്കുക എന്നാ പറഞ്ഞു. അവനുവേണ്ടി സംസാരിക്കാനൊന്നും അവിടെയും അധികം ആളുകളുണ്ടായിരുന്നില്ല. അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം തിന്നണം, രോഗശാന്തി വരണം, അത്ഭുതങ്ങൾ കാണണം, വേറെ ചിലർക്ക് കർത്താവിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം, എങ്ങനെയെങ്കിലും അവനെ പിടികൂടണം. ഇങ്ങനെ വ്യത്യസ്തമായ താല്പര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. 12 ശിഷ്യന്മാർ പോലും കൂടെ ചോദിച്ച ചോദ്യം ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. അവരിൽ ഏറ്റവും കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു യാക്കോബും യോഹന്നാനും. അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇടതും വലത്തും ഇരിക്കണം എന്നുള്ളത് സ്വർഗ്ഗരാജ്യത്തിൽ. സ്വാർത്ഥ താല്പര്യങ്ങൾ അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിലെന്താ തെറ്റെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെയാ മനുഷ്യരായി നമ്മൾ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പിന്നിലെ നമ്മൾ പോകുന്നത്. ഒരു താല്പര്യമില്ലാതെ നിസ്വാർത്ഥമായിട്ട് അങ്ങോട്ട് പോകുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. അതെ, ദാവീദിന്റെ ജീവിതത്തെ തന്നെ നോക്കിയാൽ ദാവീദിനെ അനുഗമിച്ചതായിരിക്കുന്ന ആളുകളും ദാവീദിന്റെ യുദ്ധങ്ങൾ നടത്തിയത് യോവാബാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യോവാബ് ദാവീദിനെ സ്നേഹിച്ചത് കൊണ്ടാണോ ദാവീദിന്റെ പുറകെ പോയെന്ന് ചോദിച്ചാൽ അല്ല, യോവാബിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. യോവാബിന്റെ സ്ഥാനം അപകടത്തിലാകുമെന്ന് വിചാരിച്ചതായിരിക്കുന്ന സമയത്ത് അങ്ങനെ വന്നതായിരിക്കുന്ന ആളുകൾ അബ്നേറായാലും പിന്നെ മറ്റേതാരായിരുന്നു, 2 പേരെ കൊന്നല്ലോ. കാരണം കൂടെ രക്തം ചിന്തിയ 2 പേര്. ഒന്ന് അബ്നേറും മറ്റേ യുദ്ധമില്ലാത്ത കാലത്ത് സമാധാനത്തിന്റെ രക്തം ചിന്തി എന്ന് പറഞ്ഞ അമാസയാണ്. അതെ, അബ്നേറിനെ അമാസയും നല്ല 2 ആളുകളെ കുത്തി കൊന്നു. ഒരു കാര്യവുമില്ലാതെ യോവാബിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ദാവീദ് ഇവരെ ജനറലാക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അബ്നേറിനെ ജനറലാക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ കുത്തിക്കൊന്നത്. പിന്നെ അമാസയെ അതുപോലെ തന്നെ, നീ പോയി ജനത്തെ കൂട്ടിക്കൊണ്ടുവരിക, നീ നേതാവായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ തട്ടിക്കളഞ്ഞു. ഈ അവസാനം യോവാബ് മരിക്കും നമുക്കറിയാം. ദൈവാലയത്തിൽ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു ശലോമോൻ പറഞ്ഞു, അവനെ അവിടെ ചെന്നെ വെട്ടി കൊന്നേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അവൻ മരിക്കുന്നത്. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു,
അവന്റെ നരയെ നീ സമാധാനത്തോട് പാതാളത്തിലേക്ക് ഇറക്കരുത്. അവനേക്കാൾ നീതിമാന്മാരായ രണ്ടാളുകളെ കൊലയാളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ദാവീദിന്റെ എല്ലാ യുദ്ധങ്ങളെയും നയിച്ചത് യോവാബാ. ദാവീദിന് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി യുദ്ധങ്ങളെ നയിച്ച ഒരാളാണ്. പക്ഷെ അവന്റെ മനസ്സിൽ കിടന്നൊരു കാര്യം എന്താണ്? ദാവീദ് രാജാവായിരിക്കണം, ആ രാജ്യത്ത് ജനറലായിട്ട് എനിക്കിരിക്കണം. അതായിരുന്നു അവന്. അപ്പോ ആളുകളെ അങ്ങനെ അനുഗമിക്കുന്ന പല ആളുകളും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ കാണും. അതിന് നമ്മൾ അവരെ കുറ്റം പറയണമെന്ന് ചിലപ്പോൾ ചോദിക്കും. എന്തെങ്കിലുമൊക്കെ താല്പര്യമില്ലാതെ നമ്മൾ പറയില്ലേ 1 2 3 പ്രതീക്ഷിച്ചല്ലേ എല്ലാവരും വരുന്നത്. പട്ടിയാണെങ്കിൽ പാലാട്ടുമ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിലില്ലേ? ഉണ്ട്. അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവം. അത് കിട്ടാതെ വരുമ്പോൾ ആളുകള് പിണങ്ങും. നിസ്വാർത്ഥമായി കർത്താവിനെ അനുഗമിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള സ്ത്രീകളുണ്ടായിരുന്നു. അവര് കർത്താവിനെ ഒന്നും കിട്ടാൻ വേണ്ടി വന്നവരല്ല. മഗ്ദലക്കാരത്തി മറിയായാലും സൂസനയായാലും യോഹന്നയായാലും വേറെയും പേര് പറയാത്ത കുറേ സ്ത്രീകളുണ്ട്. അങ്ങനെ പല സ്ത്രീകൾ. അവരൊന്നും കർത്താവിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വന്നവരല്ല, കിട്ടിയത് കൊണ്ട് വന്നവരാണ്. അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി ഒക്കെ ചെയ്ത നന്ദി സൂചകമായിട്ട് അവർ വന്നതാണ്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വന്ന ആളുകളല്ല. മറ്റാളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വരും. അവരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുമ്പോൾ ആളുകൾ നമ്മളെ വിട്ടു പോവുകയും നമ്മളോട് എതിർക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദായി എന്ന് പറഞ്ഞതായിരിക്കുന്ന ഈ മനുഷ്യൻ ഒരു വ്യത്യസ്തനായ മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടതായിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അറിയാം. എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി ദാവീദിനെ പിൻചെന്ന ഒരു മനുഷ്യനാണ്. ഇത്രയും നിസ്വാർത്ഥമായി ദാവീദിനെ പിൻചെന്ന ആളുകൾ വേറെ പഴയ നിയമത്തിലില്ല. അവനൊന്നും ലഭിക്കാനില്ലായിരുന്നു രാജാവിൽ നിന്ന്, ദാവീദിന്. അവന് മതപരിവർത്തനം ചെയ്ത ഒരു യഹൂദനാണെന്ന് പറയാം. അവൻ അന്യജാതിക്കാരനാണ്, സ്വദേശം വിട്ടുപോകുന്നവനാണ്. ഇവിടെ ബന്ധുമിത്രാദികൾ ആരുമില്ല, ഒന്നുമില്ല. ദാവീദാണെങ്കിൽ ഇപ്പോഴ് ഇനിയും രാജാവാകുമെന്ന് മാനസികമായി വിചാരിക്കാൻ യാതൊരു ന്യായമില്ല. കാരണം ജനമെല്ലാം അബ്ശാലോമിന്റെ കൂടെ ആയിപ്പോയി. കിട്ടുന്നിടത്ത് വെച്ച് അബ്ശാലോമിനെ കൊല്ലാനുള്ള കൽപ്പനയാണ്. പ്രാണരക്ഷാർത്ഥം ദാവീദ് ഓടുകയാണ്. അപ്പൊ അങ്ങനെ ഓടുന്നതായിരിക്കുന്ന സന്ദർഭം, വീടില്ല, കൂടില്ല, നാടില്ല, കിടക്കാൻ സ്ഥലമില്ല, ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഈ അന്യജാതിക്കാരനായ ഒരു ദാവീദിന്റെ പുറകെ പോവുക എന്നൊക്കെ പറഞ്ഞാല് സുബോധമില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ പോവുക. എന്തെങ്കിലും ഒന്ന് വേണ്ടേ? എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഇപ്പൊ ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സന്ദർഭത്തിലാണ് ഇദ്ദായി ദാവീദിന്റെ പക്ഷത്തേക്ക് വരുന്നത്. ദാവീദിന് യാതൊരു വിധത്തിലും നിലനിൽപ്പില്ലെന്ന് വന്ന ഒരു സന്ദർഭമാണ്. ചെറിയ ഒരു ജനക്കൂട്ടം മാത്രമാണ് ദാവീദിന്റെ കൂടെ ഉള്ളത്. മറ്റെല്ലാവരും ദാവീദിന്റെ മകനായ അബ്ശാലോമിന്റെ കൂടെയാണ്. ദാവീദ് തന്നെ പറഞ്ഞ ജീവരക്ഷയ്ക്ക് വേണ്ടി ഞാൻ പലായനം ചെയ്യുകയാണെന്നാണ്. തരം കിട്ടുന്നിടത്ത് താമസിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഗുഹയിലാണോ? നീ എന്തിനാ? അതും വയസ്സനായ ഒരു മനുഷ്യനാണ് ഇദ്ദായി എന്ന് പറയുന്നത്. ഈ വയസ്സുന്ന കാലത്ത് എന്തിനാ അദ്ദേഹം പോരുന്നത്? ഈ ഫലിസ്തീനായ പ്രായമുള്ള മനുഷ്യൻ അടുത്ത കാലത്ത് യഹൂദമതം സ്വീകരിച്ച ആള് താനെ യഹൂദമതം സ്വീകരിച്ച് ദാവീദിനെ കണ്ടുകൊണ്ടാണെന്ന് വേണം വിചാരിക്കാൻ. ഗോലിയാത്തിനെ കൊന്ന ദാവീദ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കാണും. ദാവീദ് ദൈവത്തിന്റെ പരിപാടിയുള്ള ഒരു മനുഷ്യനാണ്, ഭക്തനായ ഒരു മനുഷ്യനാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. അതൊക്കെ മനസ്സിലാക്കിയെന്ന് അറിയില്ല. കാരണം അതൊന്നും അന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളറിയുന്ന പല കാര്യങ്ങളും ദാവീദിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പൊ ദാവീദ് ഇദ്ദായിയെ തിരിച്ചയക്കാനായിട്ട് വളരെ ശ്രമിച്ചു. പക്ഷെ ഇദ്ദായി പോയില്ല, അല്ലേ? ഇദ്ദായി പോയില്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നീ പരദേശിയും സ്വദേശഭ്രഷ്ടനും അല്ലോ, നിന്റെ സ്ഥലത്തേക്ക് തന്നെ പൊയ്ക്കൊള്ളുക. നീ ഇന്നലെ വന്നതേ ഉള്ളൂ. ഇന്ന് ഞാൻ നിന്നെ ഞങ്ങളുടെ കൂടെ അലഞ്ഞു നടക്കുവാറാക്കുമോ? ഞാൻ തരം കിട്ടുന്നിടത്ത് കാണുന്നിടത്ത് പോകുന്നു. നീ നിന്റെ സഹോദരന്മാരെയും കൂട്ടി പിണങ്ങിപ്പോകും. ദയയും വിശ്വസ്തയും നിന്നോട് ഇരിക്കട്ടെ. ദൈവം നീ കാണിച്ച ദയയ്ക്കും വിശ്വസ്തയ്ക്കും നിന്നോടുകൂടെ ഇരിക്കട്ടെ. നീ അവന്റെ ശരണം പ്രാപിച്ചു വന്ന ആളല്ലേ, ദൈവം നിന്നെ കൈവിടില്ല, മോനെ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോ ദാവീദിന് ഇദ്ദായിയെ തിരിച്ചയക്കാനുള്ള എല്ലാവിധ സമ്മർദ്ദങ്ങളും ഇദ്ദായിയുടെ മേൽ ചെലുത്തി നോക്കി. പക്ഷെ സമ്മർദ്ദങ്ങളിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ ഒരു വിജയിച്ച ഒരാളാണ് ഇദ്ദായി. വേറൊരു പറഞ്ഞ സ്വാധീനങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് ആളിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ പോയത് ദാവീദിനാണ്. ദാവീദിന് എത്രത്തോളമൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ
ധ്യാനിച്ചപ്പോൾ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു യഥാർത്ഥ അനുയായിക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളാണ്. ക്രിസ്തീയത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യ ചില ഗുണങ്ങളാണ് ഇദ്ധായിൽ നമുക്കുള്ളത്. ഒന്നാമത് ഞാൻ പറയുന്നത്, തൻ്റെ പശ്ചാത്തലങ്ങൾക്കും തൻ്റെ പ്രായത്തിനും അതീതമായ ഒരു കൂറ്, ഒരു ലോയൽറ്റി ഈ മനുഷ്യൻ കാണിച്ചിരുന്നു എന്നാണ്. താൻ ഒരു അന്യജാതിക്കാരനാണ്, ഫെലിസ്തീൻ എന്നാണ് കമന്റേറ്റേഴ്സൊക്കെ പറയുന്നത്. അടുത്ത കാലത്ത് ഒരു ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്ന ഒരു മനുഷ്യനാണ്. അടുത്ത കാലത്ത് മതപരിവർത്തനം ചെയ്ത ഒരാളാണ്. ദാവീദിനോട് കൂടെ പോകത്തക്കവണ്ണം അവൻ ദാവീദിനെ അടുത്തറിഞ്ഞ് കാണാനുള്ള സാധ്യത ഒന്നുമില്ല. ദാവീദിനെ പറ്റി ഒരു കേട്ടുകേൾവി മാത്രമേ ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ളൂ. അല്പകാലം മാത്രമേ ആയിട്ടുള്ളൂ അവൻ മതപരിവർത്തനം ചെയ്ത് വന്നിട്ട്. എന്നാൽ അവന്റെ ആത്മീയ പ്രായത്തിനും പക്വതയ്ക്കും അതീതമായ ഒരു സമർപ്പണവും പരിജ്ഞാനവും ഈ ഇദ്ധായി പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു. ദാവീദിന്റെ പുറകെ പോകാനായിട്ട് അവൻ തീരുമാനിച്ചപ്പോ അവന് ഈ ചെറിയ കാലം കൊണ്ട് നേടാവുന്ന ഒരു ആത്മീക വളർച്ച ഇദ്ധായി നേടി. വിചാരിക്കണം, യഹൂദന്മാരായിരിക്കുന്ന അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ദാവീദിനെ തള്ളിക്കളഞ്ഞു, അബ്ശാലോമിന്റെ പക്ഷം ചേർന്നു. അങ്ങനെ ചേർന്നതായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ബന്ധവുമില്ലാത്ത അന്യാധികാരനായിട്ട് ഇങ്ങനെ മതപരിവർത്തനം ചെയ്ത് വന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ ദാവീദിന്റെ പുറകെ പോകുന്നത്. നമ്മളങ്ങനെ വിചാരിച്ചുള്ളൂ. ഈ ലോക്കൽ ചർച്ചിലെ എല്ലാ ആളുകളും വേറെ താല്പര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അടുത്ത സമയത്ത് ഇങ്ങനെ സഭയിലേക്ക് വന്ന ആദ്യമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, എങ്കിലും അദ്ദേഹം പറഞ്ഞു മരിക്കുന്നവരെ ഞാൻ ലോക്കൽ ചർച്ചിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞാൽ എല്ലാവരും വിട്ടു പോകുക. അവസാനം 1-2 പേര് മാത്രം അവശേഷിച്ചു ഒരു സഭയിൽ. അപ്പോൾ ആ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു ഗുണം കാണുമോ? അതും അദ്ദേഹം വന്നിരിക്കുന്ന വലിയൊരു രാജ്യത്ത് നിന്നാണ്. ഫെലിസ്തീൻ വലിയ രാജ്യമല്ലേ, ഇസ്രായേലിനേക്കാൾ ശക്തരായ രാജ്യമല്ല. അപ്പൊ അങ്ങനെ സമൂഹത്തിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ ആ മനുഷ്യന്റെ ആ ഒരു ലോയൽറ്റിക്ക് പിന്നിൽ എന്തെങ്കിലും അഭിമാനിക്കത്തക്കതായിരിക്കുന്ന ഒരു വിഷയം തീർച്ചയായിട്ടും കാണും. ഞാനത് പറയുന്ന ഒരു യഥാർത്ഥമായ ആത്മീയ വീക്ഷണം എന്നാണ്. യഥാർത്ഥമായ ആത്മീയ വീക്ഷണമുള്ള ഒരു മനുഷ്യനായിരുന്നു. അധികമൊന്നും അറിഞ്ഞു കാണുകയില്ല, ദാവീദിനെ ഒത്തിരി പരിചയവും കാണുകയില്ല. എങ്കിലും ദാവീദിനെ പറ്റി മറ്റുള്ളവരിൽ നിന്ന് കേട്ടതുകൊണ്ടും അവൻ കണ്ടതുകൊണ്ടും ഇവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനും ദൈവത്തിന്റെ പരിപാടിയിലെ അതീവ പ്രാധാന്യമുള്ള ഒരാളുമാണ്. ഈ മനുഷ്യന്റെ കൂടെ പോയാൽ കഷ്ടതയും നഷ്ടമൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം അതായിരിക്കുമെന്ന് ഇദ്ധായി തീർച്ചയായിട്ടും തീർച്ചപ്പെടുത്തി കാണും. അതെ, അപ്പൊ നമുക്കും അതൊരു നല്ല പ്രോത്സാഹനം നിറഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ ഭൗതികമായിരിക്കുന്ന നന്മകളോ നേട്ടങ്ങളോ ഒന്നും വിചാരിക്കാതെ ദൈവഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ പുറകെയും ദൈവത്തിന്റെ പരിപാടിയിൽ ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ നമുക്കൊരു ദോഷം വരികയില്ല. ഇവിടെ എന്തെങ്കിലും നന്മ വരും, കാരണം ഇത് ദൈവത്തിന്റെ പരിപാടിയാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ വേണം. എന്നാൽ മറിച്ച് എന്തെങ്കിലും ഒരു നേട്ടം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ദാവീദിനോട് ചേർന്ന് നിന്നാൽ എനിക്ക് അടുത്ത ഒരു മിനിസ്റ്ററെങ്കിലും ആകാം, ഇല്ലെങ്കിൽ ദാവീദിന്റെ കൊട്ടാരത്തിലെ ഒരു സേവകനെങ്കിലും ആകാം എന്ന് ചിന്തിച്ചെങ്കിൽ ദാവീദ് പറഞ്ഞു, ഞാൻ ഇനിയിപ്പോ രാജാവാകുമെന്നോ തിരിച്ച് എൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു ഇതുമില്ല. സാധ്യത എന്ന് പറയുന്നത് അബ്ശാലോം രാജാവാകുകയും ദാവീദിനെ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. അതാണ് സാധ്യത, മാനുഷികമായ സാധ്യത. മറ്റേത് ദൈവികമായ സാധ്യതയാണ്. അത്രയും കാണണമെങ്കിൽ ഒരു ദൈവികമായിരിക്കുന്ന കാഴ്ചപ്പാടുകളുള്ളവർക്ക് അത് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ കാണാൻ സാധിക്കില്ല. ആകെ പരാജയപ്പെട്ട ഒരു മനുഷ്യനാണ് ദാവീദ് എന്ന് പറയുന്നത്. ഒരേ ദാവീദിന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളുമുണ്ട്, അതും ജനങ്ങൾക്കറിയാം. ഊരിയാവിനെ കൊന്നതും ബത്ശബ എടുത്തതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നതെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ, കാരണം ദൈവം പറഞ്ഞിരുന്നു, നീ ഇത് രഹസ്യമായി ചെയ്തു, പക്ഷേ നിന്റെ കണ്ണിന്റെ വെട്ടത്ത് വെച്ച് നീ ചെയ്തൊരു പാപം ചെയ്യുമെന്നാ പറഞ്ഞത്. അതാണ് അബ്ശാലോം ചെയ്തത്. കണ്ണിന്റെ സകല ജനവും കാണുകയും അബ്ശാലോം രാവിലെ പാട്ടിലെടുക്കല് ജനങ്ങൾ കാണുക പോയി. ദൈവം അത് പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ സംഭവിച്ച കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ ശിക്ഷയും ശാപത്തിന്റെയും ഫലമായി ഉണ്ടാകുന്നതാണെന്ന് ജനങ്ങൾ തന്നെ ധരിച്ചു വെച്ചിരുന്നു. അതുകൊണ്ടല്ലേ ഈ എന്താ അഹിബോധയിലോ എന്തായിരുന്നു ആ ഒരു ആലോചനക്കാരന്റെ പേര്, അഹിതോഫൽ. എനിക്ക്
പ്രായമായി വരുന്നതോറും ഇതൊക്കെ പറയും. അഹീതോഫലും മറ്റുമൊക്കെ ദാവീദിന്റെ കൂടെ എത്രയോ കാലം വിശ്വാസമായി നിന്നിട്ടും കളം മാറി ചവിട്ടി പെട്ടെന്ന് ആരുടെയായി? അബ്ശാലോമിന്റെ കൂടെയായി. അഹീതോഫൽ പറഞ്ഞ വാക്ക് പിന്നെ വേറെ വാക്കില്ലെന്നാ. അദ്ദേഹത്തിന്റെ ആലോചന ദൈവദൂതന്റെ ആലോചന പോലെയായിരുന്ന. അവരൊക്കെ മാറി. കാരണം അവരൊക്കെ ചിന്തിച്ചപ്പോ ഇനി ദാവീദിന് യാതൊരു ഭാവിയുമില്ല. ദാവീദിന് യാതൊരു ഭാവിയില്ല. ദാവീദ് കൊല്ലപ്പെട്ടത് തന്നെ ഇപ്രാവശ്യം. അപ്പൊ അതുകൊണ്ട് ഇനി രാജാവാകുന്ന ആളോട് കൂടെ വേണം നിൽക്കാൻ. അതുകൊണ്ട് അബ്ശാലോമിനോട് കൂടെ അവർ നിന്നു. അപ്പോഴാണ് ഈ ഇദ്ദായി എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യന് ദാവീദുമായി യാതൊരു ബന്ധവുമില്ല. യഹൂദനുമായി മതപരിവർത്തനം മുഖാന്തരമുള്ള ബന്ധമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദായി കയറി വരുന്നത്. അപ്പോൾ ഇദ്ദായിയുടെ ആ കൂറ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒന്നാണ്. രണ്ടാമത് ഞാൻ ഈ മനുഷ്യൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സമ്മർദ്ദങ്ങൾക്കും നിർബന്ധങ്ങൾക്കും കീഴടങ്ങാത്തൊരു മനുഷ്യനായിരുന്നു ഇദ്ദായി. സമ്മർദ്ദങ്ങൾക്കും നിർബന്ധങ്ങൾക്കും കീഴടങ്ങാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സമ്മർദ്ദത്തിനും കീഴടങ്ങാത്തവണെന്നല്ല. ഇവിടെ ദാവീദ് സമ്മർദ്ദം ചെലുത്തി നോക്കി. തിരിച്ചു പോകുവാനുള്ള സമ്മർദ്ദം ദാവീദ് ഇദ്ദായിയുടെ മേൽ ചെലുത്തി. എന്തൊക്കെയാ പറഞ്ഞത്? നല്ല കാര്യങ്ങളൊക്കെയാ പറഞ്ഞത്. നീ ഇന്നലെ വന്നതേ ഉള്ളൂ, നീ പരദേശിയാണ്, നിനക്ക് ഈ ഇസ്രയേലിൽ നീ സ്വദേശിയല്ല, നീ സ്വദേശപ്രശ്നാണ്, നിന്റെ ഫെലിസ്തീൻ വിട്ട് നീ പോകുന്ന ഒരാളാണ്. അവിടെ നീന്റെ സ്ഥലത്തേക്ക് തന്നെ പൊക്കുള്ള, നീ ഇന്നലെ വന്നതേ ഉള്ളൂ, ഞാൻ ഇനി എവിടെയാ താമസിക്കുന്ന അറിയില്ല, അലഞ്ഞു നടക്കുന്ന ഒരാളാണ് ഞാൻ തരം കിട്ടുന്നിടത്ത് താമസിക്കാൻ പോവുകയാണ്. നീ എന്തിനാണ് എൻ്റെ കൂടെ വരുന്നത്? നിനക്കൊന്നും എനിക്ക് തരാനില്ല, നിനക്ക് കഷ്ടതയല്ലാതെ ഒന്നും തരാനില്ല, നീ പൊക്കുള്ളൂ എന്ന് മാത്രമല്ല ദൈവത്തിന്റെ അനുഗ്രഹവും നേർന്നു. എന്താ പറഞ്ഞത്? നിന്റെ മടങ്ങി പോവാ, ദയയും വിശ്വസ്തതയും നിന്നോടുകൂടെ ഇരിക്കട്ടെ. ദാവീദ് രാജാവ് അത് പറഞ്ഞപ്പോ അത് ഏറ്റവും നല്ല, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ വിശ്വസ്തയും നിന്നോട്, നീ വളരെ ദയ കാണിച്ചു, എന്നോട് വളരെ വിശ്വസ്ത കാണിച്ചു, നീ തിരിച്ചു പോകും, നിന്നെ ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ഒത്തില്ല. ഇതുപോലെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച വേറെ ആൾ ചരിത്രത്തിലുണ്ടാരാ? സഹോദരിമാരോട് ചോദിച്ചാൽ അവര് പറയും രൂത്ത് അല്ലേ? അമ്മായിമ്മ എന്തോ ഒരു സമ്മർദ്ദം ചെലുത്തി. രണ്ട് സഹോദരിമാരായിരുന്നല്ലോ, ഓർഫയും രൂത്തും, ചേട്ടൻ്റെ ഭാര്യമാര്. ഓർഫയോടും പറഞ്ഞു, എൻ്റെ മകളെ നീ പൊക്കുള്ളൂ, എനിക്ക് ഇത്രയും പ്രായമായി, ഇനി ഞാൻ ഒരു പുരുഷന്റെ ഭാര്യ ആയിരുന്നിട്ട് ഒരു മകൻ ജനിക്കേണ്ടി വന്നാൽ ആ മകന് 10-18 വയസ്സാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങൾ പൊക്കോ, നിങ്ങളുടെ ദേവന്റെയും നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് പോയി കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞു. ഓർഫ അത് കേട്ടിട്ട് അമ്മായിമ്മ ചുമനം ചെയ്ത് വാവിട്ട് കരഞ്ഞ് അവിടെ തിരിച്ചു പോയി. രൂത്ത് എന്ത് ചെയ്തു? രൂത്ത് അതിനേക്കാൾ വലിയ സമ്മർദ്ദം ചെലുത്തുക. നിന്റെ ജനം എൻ്റെ ജനമാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവമാണ്, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നീ അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് അവസാനം പറയുന്ന നിർബന്ധിച്ച പ്രയോജനമില്ല എന്ന് നവോമിക്ക് ബോധ്യമായപ്പോ പറഞ്ഞെന്നാ പോരുന്നു. നമ്മുടെ ചില പിള്ളേർ കൂടപ്പാനൊക്കെ സമ്മർദ്ദം ചെലുത്തും, കിടന്ന് അലയ്ക്കുകയും വിളിക്കുകയും നിലത്ത് കിടന്ന് ഉരുളുകയും നമ്മളെ കടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുമ്പോ എന്നാ പോരെന്ന് പറയും. അത് നമ്മുടെ നിവൃത്തിയില്ലായ്മ കൊണ്ട് പറയുന്നതാ പോരെ. നവോമി നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ല രൂദ്ര പറഞ്ഞു, അവളുടെ കമ്മിറ്റ്മെന്റ് കണ്ടു. നിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്നും നിന്റെ ജനം എൻ്റെ ജനമാണെന്നും നീ മരിക്കുന്നിടത്ത് തന്നെ ഞാൻ മരിച്ചടക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ, എന്ന് മാത്രമല്ല നമ്മൾ വേർപെടുകയാണ്, ദൈവം തക്കവണ്ണും അധികം ചെയ്യട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ നവോമിക്ക് ഒന്നും പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാ ദാവീദ് ഇത്രയും കാര്യങ്ങൾ ഇദ്ദോവിനോട് പറഞ്ഞിട്ടു, ഇദ്ദോ എന്തോ ഞാൻ പരദേശിയാണ്, ആമേൻ, അന്യജാതിക്കാരനാണ്, ആമേൻ, എൻ്റെ സ്വദേശം വിട്ടുപോകുന്നതാണ്, ആമേൻ, എനിക്ക് ബന്ധക്കാരും ചാർച്ചക്കാരും ഒന്നും ഈ ദേശത്തില്ല, എനിക്ക് കുടുംബക്കാരില്ല, എനിക്കിവിടെ സ്വത്തില്ല, എനിക്കൊന്നുമില്ല, ഞാൻ ഒരു പരദേശിയാണ്. ബൈബിൾ അങ്ങനെ പരദേശികളെ പറ്റി അനാഥരും വിധവാരും പരദേശികളെന്ന് പറഞ്ഞ 3 ഗ്രൂപ്പാണ് ഉള്ളത്. അത് ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണ്. അനാഥരും വിധവാരും പരദേശികൾ, ഒന്നുമില്ലാത്ത 3 കൂട്ടര്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പക്ഷേ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയില്ല. ഞാൻ അതേക്കുറിച്ച് പറയുന്നത്, സത്യം അറിഞ്ഞ ആളുകൾ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങൾ അറിഞ്ഞ സത്യത്തെ വിട്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാൻ. സത്യം അറിഞ്ഞ ആളുകളാണെങ്കിൽ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സത്യത്തെ വിട്ടുപോകും. അവരെന്തൊക്കെ ഓഫർ ചെയ്താലും എന്തൊക്കെ ഭീഷണിയുടെ വാക്കുകൾ പറഞ്ഞാലും നാം അറിഞ്ഞ സത്യത്തിന് വേണ്ടി നാം നിൽക്കണം. അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെ നിൽക്കാനായിട്ട് കഴിയണം. പലർക്കും അത് കഴിയില്ല. സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും അവരെ വഴങ്ങിപ്പോകും. ഇതെല്ലാം ഇതായി കണ്ട പറഞ്ഞു, ശരിയാന്ന് പറഞ്ഞാൽ ഞാൻ പരദേശി, എനിക്കിവിടെ ആരാ ഉള്ളത്?
എൻ്റെ ദേശം ഇതല്ല, ഞാൻ അങ്ങ് വിരുദ്ധ ദേശത്ത് പോയാൽ എനിക്ക് അവിടെ വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, എൻ്റെ പഴയ സ്വത്തൊക്കെ കാണും, ഞാനിവിടെ കിടന്നിട്ട് എന്ത് ചെയ്യാനുള്ള ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കുകയില്ല. നീ ദാവീദിലൂടെ പോയാലും ശരിയല്ലേ, ഇവിടെ ദാവീദ് തലചായ്ക്കുന്ന അറിയില്ല. കർത്താവിനെ അനുഗമിക്കാമെന്ന് പറഞ്ഞു വന്ന ഒരു മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിന്റെ പറവുകൾക്ക് കൂടുകൊണ്ട് മനുഷ്യപുത്രനെ തലചായ്പാൻ ഇടമില്ല. പിന്നെ അവനെ കണ്ടോ? ഇല്ല. കർത്താവ് പറഞ്ഞ, ഇന്ന് രാത്രി ഏത് കടയുടെ വരാന്ത് തിണ്ണയിലാണ് കിടന്നുറങ്ങുന്നുള്ള കുഞ്ഞെ എനിക്കറിയില്ല, നീ സൂക്ഷിച്ചു വേണം എന്നോട് വരാനെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അവൻ പോയതാ. ഇതുവരെ അവൻ പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ടില്ല. അങ്ങനെ പോയത്. അപ്പോഴാണ് ഈ ദാവീദ് അതേ വാക്കുവാ പറയുന്നത്, ഞാൻ എവിടെ കിടക്കുന്ന അറിയില്ല, ഉറങ്ങുന്ന അറിയില്ല, എനിക്ക് ആരുമില്ല, തരം കിട്ടുന്നിടത്ത് ഞാൻ കിടക്കണം, ഏത് ഗുഹയിലാണ് കിടക്കുന്ന അറിയില്ല, നീ എൻ്റെ കൂടെ വരണ്ട, നീ പൊക്കോ എന്ന് പറഞ്ഞപ്പോ ഇല്ല, ഇതായി അങ്ങനെ പോയില്ല. സമ്മർദ്ദങ്ങൾക്ക് അതിജീവിക്കാനായിട്ടുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ് കേട്ടോ. ദാവീദ് അബ്ശാലോമിന്റെ മുൻപിൽ തോറ്റോടി പോവുകയാണ്. പക്ഷേ ഇദ്ദായിയെ തോൽപ്പിക്കാനായിട്ട് ദാവീദിന്റെ വാദങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല. ദാവീദിന്റെ റീസൺസ്, ന്യായങ്ങളൊന്നും ഇദ്ദായിക്ക് തിരിച്ചു പോകാൻ മതിയായതായിരുന്നില്ല. യുക്തിക്കെതിരെ ഇദ്ദായി തീരുമാനമെടുത്തു. യുക്തി ദാവീദിന്റെ ഭാഗത്താണ്, സത്യം ഇദ്ദായിയുടെ ഭാഗത്ത്. ഇദ്ദായി ദാവീദിനെ കുറിച്ച് അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവൻ ദൈവത്തിന്റെ രാജാവാണ്, ദൈവത്തിന്റെ പരിപാടിയിൽപ്പെട്ടവനാണ്, ഗോലിയാത്തിനെ കൊന്നതൊന്നും ഇവന്റെ ശക്തി കൊണ്ടൊന്നുമല്ല, യഹോവയുടെ ശക്തി കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്, ഇവനെ വിട്ടു പോകാൻ പാടില്ല, ഇവനോടുകൂടെ നമ്മൾ നിൽക്കും എന്ന് തന്നെ തീരുമാനിച്ചു. ദാവീദ് പറഞ്ഞ തന്റെ കുടുംബത്തിന്റെ സുരക്ഷിതത്വം ഓർത്ത് തിരിച്ചു പോകാനാ പറഞ്ഞത്. കാരണം ഇദ്ദേഹത്തിന്റെ കൂടെ എത്ര ആളുണ്ടെന്നറിയാം? ഇദ്ദായിയുടെ കൂടെ ആരൊക്കെ ഉണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 100 പേരുണ്ടെന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. ഇദ്ദായി ഒരു ചെറിയ ആളൊന്നുമല്ല, ഞാൻ അതേക്കുറിച്ച് പറയാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിന്റെ സുരക്ഷിതത്വത്തിന് നിന്റെ മക്കളെ, നിന്റെ കൊച്ചുമക്കളെ ഒന്നും സൂക്ഷിക്കാൻ ഈ യാത്രയിൽ എന്നെ കൊണ്ട് സാധിക്കില്ല. നമ്മൾ നീ എന്തിനാ അവിടെയൊക്കെ ജീവിതം അപകടത്തിലാണ്? ഈ പിള്ളേരപ്പത്തിനും പാലിനും വേണ്ടി കരയുമ്പോൾ ഈ മരുഭൂമി വല്ലതും കൊടുക്കാനുണ്ടോ? നീ എവിടെയെങ്കിലും പൊക്കുമെന്നാ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നു ഇദ്ദേഹം വളരെ പ്രായമുള്ള ഒരാളാണ്. അങ്ങനെ പ്രായമുള്ള ഒരാൾ, എൻ്റെ അത്രയും പ്രായം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 81 വയസ്സുള്ള ഞാൻ ഇപ്പൊ അതുപോലെ ദാവീദ് പോലെ ഒരാളുടെ പിന്നാലെ വനത്തിൽ കൂടെ ഓടി നടക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ ഒക്കുമോ? ചിന്തിക്കാൻ ഒക്കുകയില്ല. പക്ഷെ ഇദ്ദായി പോയി. പൊതുജനാഭിപ്രായം തിരിച്ചു പോകുന്നതിനാണ് അനുകൂലം. പക്ഷേ പൊതുജനാഭിപ്രായത്തിന് കീഴ്പ്പെട്ടല്ല ഇദ്ദായി ജീവിച്ചത്. രാജാവിന്റെ ഇഷ്ടം ഇദ്ദായി തിരിച്ചു പോകുന്നതിനാണ്. പക്ഷേ രാജാവിന്റെ ഇഷ്ടത്തിനെതിരെ തീരുമാനമെടുത്ത ഒരു മനുഷ്യനാണ് ഇദ്ദായി. ദാവീദ് പറഞ്ഞാലും താൻ അറിഞ്ഞ സത്യത്തിന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ എങ്ങനെയുള്ള മനുഷ്യരാണ്? മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ അങ്ങ് വളരെ ഓരോരോ അനുകൂലങ്ങൾ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു സഹോദരൻ, നിങ്ങൾക്കറിയില്ല, നിങ്ങൾക്ക് അദ്ദേഹമായി യാതൊരു പരിചയമില്ല. അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മുടെ കൂടെയൊക്കെ ആയിരുന്നു. നമ്മുടെ ഇടയിൽ വിവാഹം കഴിച്ചത് ഞാനും. അദ്ദേഹത്തിന്റെ വിവാഹ ശുശ്രൂഷ നടത്തിയത് ഞാനല്ല, പക്ഷേ വചന ശുശ്രൂഷ ഞാനാണ്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു അദ്ദേഹം വളരെ വീറോടുകൂടെ നിന്നു. പക്ഷേ അവരുടെ വീട്ടിലെ സ്വത്ത് വിഭാഗിക്കുന്ന കാലത്ത് വളരെ സ്വത്തുള്ള ഒരാളാണ്. അപ്പൻ പറഞ്ഞു, മോനെ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു, എന്റെ സ്വത്തിൽ 1 സെന്റെങ്കിലും നിനക്ക് കിട്ടണമെങ്കിൽ നീ വീണ്ടും ഞാൻ നിൽക്കുന്നതായിരിക്കുന്ന സമുദായത്തിലേക്ക് വന്ന് റീമാരി ചെയ്യണം. ആ പെണ്ണെ നീ കല്യാണം കഴിച്ച പെണ്ണെ തന്നെ മുതൽ കെട്ടിക്കണം. പിള്ളേർ 2 3 ആയി, അതൊന്നും വിഷയമൊന്നുമല്ല. നീ പള്ളിയിൽ വന്ന് അച്ഛന്റെ കയ്യിൽ നീ വിവാഹം കഴിച്ച് പള്ളിയിൽ രജിസ്റ്റർ ചെയ്യാമെങ്കിൽ മാത്രമേ നിനക്ക് വീതം തരുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പോരുണ്ട, 2ാമത് കല്യാണം കഴിച്ചു. തന്റെ ഭാര്യയും കൊണ്ട് പള്ളിയിൽ പോയി എന്ന് കല്യാണം കഴിച്ചു. അത് കാരണം എന്താ? കുറേ വസ്തുക്കളുള്ളൊരു മനുഷ്യനായിരുന്നു, വളരെ ധനവാനായ ഒരു മനുഷ്യനാണ്. അപ്പൊ സ്വത്ത് നഷ്ടമാകുമെന്ന് പറഞ്ഞപ്പോൾ സമ്മർദ്ദങ്ങൾക്ക് എത്തി. അങ്ങനെ അതൊരു ചെറിയ സമ്മർദ്ദം എൻ്റെ അഭിപ്രായത്തിൽ. സ്വത്തൊന്നും വേണ്ട. അദ്ദേഹത്തിന് ആദ്യം മാന്യമായ ഒരു ജോലിയുള്ള മനുഷ്യനാണ്, വളരെ മാന്യമായ ഒരു ജോലിയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു എഞ്ചിനീയറാണ്. അവർക്ക് ഈ സ്വത്തൊന്നും വേണ്ട, അല്ലാതെ ജീവിക്കാൻ ധാരാളം ഉള്ളവരാണ്. അപ്പോൾ അപ്പൻ്റെ ഒക്കെ പറയാമായിരുന്നു, ഞാൻ സ്വത്ത് നോക്കിയൊന്നും അല്ല കർത്താവിനെ മാനിച്ചത് എന്ന് പറയാം. പക്ഷെ പറയാനൊത്തില്ല. അതിനുള്ള ചങ്കൂറ്റം അവർക്കുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സ്വത്തുക്കളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും 2ാമത് വിവാഹം കഴിച്ച് ഞാൻ ഓർക്കുന്നു. ഇദ്ദായിയെ അങ്ങനെ ബന്ധിച്ച് മാറ്റാൻ കഴിയുമായിരുന്നില്ല ദാവീദ്. നമ്മുടെയൊക്കെ കാര്യം എങ്ങനെയാണ്? നമ്മുടെയൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ ഓരോരോ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ഓരോരോ വിട്ടുവീഴ്ചകൾ ചെയ്യും, ഇല്ലേ?
നമ്മൾ അറിഞ്ഞ പല സത്യങ്ങളും നമ്മൾ മുറുകെ പിടിക്കാതെ വിട്ടുവീഴ്ച ചെയ്യും. അത് ചില സമയത്ത് ഒരു സഭായോഗത്തിന് പോകുന്നതാണ്. ഇന്ന് കൂട്ടുകാരെങ്കിലും പറയാം, ഇന്ന് പോകണ്ട, ഇന്ന് ഇരിക്കുക, നമുക്ക് ഞാൻ വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ, നിന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, ഞാൻ നാളെ അങ്ങ് പോവുകയും ചെയ്യും, ഇന്ന് നീ ഒരു ദിവസം സഭായോഗം മുടക്കിയെന്ന് വിചാരിച്ചു, ഇവിടെ നീ നമ്മൾ ചിലപ്പം ചെയ്യും. അപ്പൊ നമ്മൾ പറയാം, ഒഴിച്ചുകൂടാൻ വയ്യാത്തതായിരിക്കും സ്നേഹിതം വന്നു, വളരെ വർഷങ്ങൾക്ക് ശേഷം വന്നത്, അപ്പൊ അവനെ കൂടെ അല്പസമയം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് ആവശ്യമായിരുന്നു പറയാം, അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വിവാഹം സംബന്ധിച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംബന്ധിച്ചായിരിക്കും, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാൽ ചിലർ ധൈര്യമായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദുമതത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ചില ആളുകളെ അവരുടെ അപ്പനെ മരിച്ച സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കര ബഹളം ഉണ്ടായി. മൂത്ത മകനാണ്, ചെതയ്ക്ക് തീ കൊടുക്കണം എന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞു. നായന്മാരാണ്, ഭയങ്കര ശക്തന്മാരായ ആളുകളാണ്. അവൻ പറഞ്ഞു കൊടുത്തില്ല, കൊന്നാലും കൊടുക്കില്ലെന്ന് പറഞ്ഞു. ചെലവെല്ലാം ഞാൻ വഹിച്ചോളാം, നിങ്ങൾ ഈ ക്രിയകൾ നടത്തുന്നതിന്, പക്ഷേ ഈ ക്രിയയിൽ ഒന്നിലും ഞാൻ പങ്കുചേരുകയില്ല. ഞാൻ വിശ്വാസിയാണ്, ക്രിസ്തു വിശ്വാസിയാണ്, ഞാൻ അത് മുറുകെ പിടിക്കും. അവസാനം അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. അവരുടെ അപ്പൻ്റെ അനിയൻ്റെ മകനോ ചേട്ടൻ്റെ മകനോ ആരാ ചെയ്തത്. അപ്പൊ ചില ആളുകളുണ്ട് പിടിച്ചു നിൽക്കും. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം കൂടെ കൂടി അവിടെ ചെന്ന വിശ്വാസികളെല്ലാം തല്ലുമെന്നും അടിക്കുമെന്നും കൊല്ലുമെന്നൊക്കെ ഭയങ്കര ഭീഷണി മുടക്കി. പക്ഷേ അവൻ ഒരു ഇഞ്ചിന് വിട്ടുവീഴ്ച ചെയ്തില്ല. അതേസമയം വിട്ടുവീഴ്ച ചെയ്തായിരിക്കുന്ന ആളുകളെ എനിക്കറിയാം ഓരോരോ സാഹചര്യങ്ങളിൽ. അപ്പൊ ഇതായി അങ്ങനെ ഒരാളാണ്, അറിഞ്ഞ സത്യത്തിന് വേണ്ടി മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. നാം അങ്ങനെ ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്, വ്യക്തിപരമായ അനുഗ്രഹങ്ങളോ താല്പര്യങ്ങളോ ഒട്ടും നോക്കാതെ തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി താൻ അറിഞ്ഞ ഒരു സത്യത്തിന് വേണ്ടി നിന്ന ഒരാളാണ്. പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ പരദേശിയാണ്, നീ സ്വദേശപ്രശ്നാണ്, നീ ഇന്നലെ വന്നതേ ഉള്ളൂ, നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനാണ് ഇടയാകുന്നത്, നിനക്കിവിടെ ആരുമില്ല, നീ അബ്ശാലോമിന്റെ പക്ഷം ചേർന്നാൽ നിനക്ക് എന്തെല്ലാം നന്മകൾ കിട്ടും, അവൻ യുവാവാണ്, രാജ്യം അവൻ്റെതാകും, ജനസമൂഹം അബ്ശാലോമിന്റെ കൂടെയാണ്, അബ്ശാലോമാണ് യെരൂശലേമിലാണ്, ഞാനാണ് വനത്തിലാണ്. ഇതൊക്കെ പറഞ്ഞു നോക്കി. എന്നാൽ എന്താണ് ഇദ്ദായിയെ സ്വാധീനിച്ചത്? ഞാൻ വിചാരിക്കുന്നു ദാവീദ് എന്ന വ്യക്തിയാണ് സ്വാധീനിച്ചത്. ആ ദാവീദിനെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പരിപാടിയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തത്തെക്കുറിച്ചും ദാവീദിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇദ്ദായി മനസ്സിലാക്കിയിരിക്കണം. ദാവീദിനോടുകൂടെ കഷ്ടം സഹിക്കുന്നത് അബ്ശാലോമിനോട് വാഴുന്നതിനേക്കാൾ നന്നാണ് എന്ന് ഈ മനുഷ്യൻ ഗ്രഹിക്കുക. തീർച്ചയായിട്ടും ദാവീദിനെ വിട്ട് യാതൊരു പരിപാടിയും ഇല്ലെന്ന് ഇദ്ദായി നിശ്ചയിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, ദാവീദിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവല്ലേ. എത്ര പേര് കർത്താവിനെ അനുഗമിച്ചു? വിരലെണ്ണാവുന്നവർ മാത്രമല്ലേ ഉള്ളൂ. കർത്താവിന്റെ മരണസമയത്ത് എത്ര പേരുണ്ടായിരുന്നു കൂടെ? ഈവൻ കർത്താവിനെ വളരെ അനുഗമിക്കുകയും സ്നേഹിക്കുകയും ചെയ്തെന്ന് പറഞ്ഞ പത്രോസ് പോലും തള്ളിപ്പറഞ്ഞു, തോമസ് തള്ളിപ്പറഞ്ഞു, എത്ര പേര് തള്ളിപ്പറഞ്ഞു. മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അന്യജാതിക്കാരനായിരിക്കുന്ന ഈ ഇദ്ദായി കർത്താവ് ഒരിക്കൽ പറഞ്ഞു, 10 പേരല്ലേ സൗഖ്യമായത്, 9 പേര് യഹൂദന്മാരായിരുന്നു, ഒരുവൻ ശമര്യക്കാരനായിരുന്നു, അവൻ മാത്രമേ കർത്താവിന്റെ അടുക്കൽ തിരിച്ചു വന്നുള്ളൂ, ബാക്കിയുള്ള 9 പേര് എവിടെ? ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. നാം ചിന്തിക്കാത്തവരും പ്രതീക്ഷിക്കാത്തവരും ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള യാതൊരു ന്യായവും ഇല്ലാത്തതായിരിക്കുന്ന ഒരു ശമര്യക്കാരനാണ് തിരിച്ചു വരുന്നത്. ദാവീദിന്റെ കൂടെ പോകാൻ യാതൊരു ന്യായവും ഇല്ലാത്തതായിരിക്കുന്ന ഒരു പുതിയ വിശ്വാസിയാണ് ഇദ്ദായി. അവനാണ് പോയത്, ഒരു പരദേശിയായ മനുഷ്യനാണ്, അവനാണ് ദാവീദിന്റെ കൂടെ പോയത്. പലപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകളെ അങ്ങനെ ദാവീദിന്റെ കൂടെ പോകും. കഴിഞ്ഞ ആഴ്ച ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വളരെ അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരനാണ്, നല്ല ഒരു ജോലിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹം, കുറച്ചു കാലമായി കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്, നിർബന്ധം ഉണ്ട്, വീട്ടുകാരും നാട്ടുകാരും സഭക്കാരും എല്ലാം എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു, സഭക്കാരുൾപ്പെടെ. കാരണം നല്ല ജോലിയുണ്ട്, അതൊക്കെ വിട്ടിട്ട് നീ ഇപ്പോൾ ഈ ചെറുപ്പക്കാരനാണ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയാൽ നിനക്ക് എന്താ കിട്ടുന്നത്? നീ നോക്കേ പറഞ്ഞു, മറ്റു വേലക്കാരെയൊക്കെ നോക്ക്, എല്ലാം പട്ടിണിപ്പാവങ്ങളായിട്ടല്ലേ നടക്കുന്നത്, എന്തോ ഉള്ളത്, നീ അതിന്റെ കൂട്ടത്തിൽ ചെന്നാല്. പക്ഷെ ആ കർത്താവിനെ എൻ്റെ വേല ചെയ്യണമെന്നാണ് അവൻ്റെ ആഗ്രഹം. നമ്മൾ എത്ര പേർക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന സമ്മർദ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കാണും, എനിക്കറിയില്ല. അതെ,
കർത്താവ് ദാവീദിനേക്കാളൊക്കെ ശ്രേഷ്ഠനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും കാര്യത്തോടെടുക്കുമ്പോഴാണല്ലോ നമ്മുടെ കൂററിയുന്നത്. നാലാമത് ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ കാണുന്നൊരു കാര്യം, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം തൃപ്തിപ്പെടാതെ ദൈവത്തോടുകൂടെ ജീവിക്കാൻ തീരുമാനിച്ച ദൈവ അനുഗ്രഹങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടാതെ ദൈവത്തോടുകൂടെ ജീവിക്കാൻ തീരുമാനിച്ച മനുഷ്യനാണ്. എന്ന് അങ്ങനെ പറഞ്ഞത്, നമ്മളെല്ലാവരും ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ ദൈവത്തിന് വേണ്ടിയല്ല, ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. ദൈവം അനുഗ്രഹങ്ങൾ തരികയില്ലെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഞാൻ വേറെ ആരെങ്കിലും നോക്കാം എന്ന് പറയും. അതെ, ദൈവാനുഗ്രഹങ്ങൾ ജോലിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, വീടിന് വേണ്ടി, കാറിന് വേണ്ടി, തൊഴിലിന് വേണ്ടി, അല്ലേ, കൃഷിക്ക് വേണ്ടി. നമ്മൾ ദൈവത്തെ സേവിക്കുന്നതിന് പിന്നിലെ നമ്മുടെ പ്രധാനമായ താല്പര്യം എന്താ? യാക്കോബ് പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥന. യാക്കോബ് എന്താ പറഞ്ഞത്? യാക്കോബ് കടവിന് കരയ്ക്ക് കയറി എന്ന് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിൽ നീ അനുഗ്രഹിക്കുകയും എനിക്ക് അപ്പം തന്നെ ശ്രദ്ധിക്കുകയും തിരിച്ച് സൗഖ്യമായിട്ട് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്താൽ ഈ സ്ഥലത്ത് ഞാനൊരു കല്ല് കൊളുത്തി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നീ എന്നെ കൊണ്ടുപോയാലും കൊണ്ടുവന്നില്ലെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് യാഗം കഴിച്ചിട്ടേ പോകത്തു. നീ എനിക്ക് തരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എന്താ പറയില്ല. നീ തന്നാലും തന്നില്ലെങ്കിലും നീ എൻ്റെ ദൈവമാണ്. നീ എന്നെ കൊന്നാലും ജീവിച്ചാലും നീ എൻ്റെ ദൈവമാണ്. ഞാൻ നിന്നെ സേവിക്കുന്നത് നീ തരുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല. പലപ്പോഴും നമ്മൾ അനുഗ്രഹദാതാവിനേക്കാൾ അനുഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യം. അത് നമ്മുടെ പ്രശ്നമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവം തരുന്ന അനുഗ്രഹങ്ങളെയാണ് പലപ്പോഴും. അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം. അനുഗ്രഹങ്ങളൊന്നും തന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയില്ല. അപ്പൊ മനുഷ്യൻ ദൈവത്തോട് ചോദ്യം, നീ എന്നോട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നത്? നീ എന്നോട് ഇങ്ങനെ ചെയ്യും. എന്റെ കൊച്ചിന് ഈ രോഗം വരാൻ, എന്റെ കൊച്ചു അപകടത്തിൽപ്പെട്ട് മരിക്കാൻ, എന്റെ ഭാര്യ ഈ സമയത്ത് മെച്ചത്ത് പോകാൻ, എനിക്ക് ഈ മഹാരോഗം വരാൻ ഞാൻ എന്താ ചെയ്തത്? നമ്മുടെ ദാവീദ് പറഞ്ഞു, ദയയും വിശ്വസ്തതയും നിന്നോടുകൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതായി പറഞ്ഞത്, ദയയും വിശ്വസ്തതയും ഇരിക്കുന്നത് നല്ലതാണ്, പക്ഷെ എനിക്ക് ആവശ്യം ദൈവം എന്നോടുകൂടെ ഇരിക്കണം. അതാ, ദൈവം ഉണ്ടെങ്കിലല്ലേ ദൈവത്തിന്റെ ദയ അനുഗ്രഹമുള്ളൂ. എനിക്കറിയാവുന്നതായിരിക്കുന്ന ഒരു സ്നേഹിതൻ, എൻ്റെ കൂട്ടുകാരനൊന്നും പറയില്ല, സ്നേഹിതൻ എന്ന് പറയുന്നത് തെറ്റെങ്കിലും എനിക്കറിയാവുന്നൊരു, ഞാൻ ബഹുമാനിച്ചൊരു മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ അമേരിക്കയ്ക്ക് പോവാണ്. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉള്ളത്. 2 മക്കളെയും വിളിച്ച് ചോദിച്ചു, മക്കളെ ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ഡാഡി വരുമ്പോൾ എന്താ വാങ്ങിച്ചിട്ട് വരണമെന്ന് ചോദിച്ചു. മൂത്തവന് ഒരു ലിസ്റ്റ് കൊടുത്തു, 3-4 ടോയുടെ പേരും അത് ഇതൊക്കെ. അവൻ 10-12 വയസ്സുണ്ട്. ഇളയവന് 6-7 വയസ്സേ ഉള്ളൂ, 8 വയസ്സേ ഉള്ളൂ. അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഡാഡി ഇഞ്ഞ് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞു, ഡാഡി ഇഞ്ഞ് വന്നാൽ മതി, നിനക്കൊന്നും കൊണ്ടുവരണ്ടേ, ഡാഡി ഇഞ്ഞ് വന്നാൽ മതി. ചോദിച്ചാൽ എന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഡാഡി, അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ എന്താ ഉള്ളതെന്നുള്ളത് എനിക്കറിയാം. ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ വണ്ടി വേണം, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും, കിൽക്കാൻ വേണം കുലുക്കാൻ വേണം എന്നൊക്കെ പറയും. ഇതൊക്കെ എനിക്കറിയത്തുള്ളൂ. ഇവിടുത്തെ ഡാഡി അവിടെ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ കാണും ഡാഡിയുടെ മോന് വേണ്ടി എന്താണ് ബെസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഡാഡി നിശ്ചയിക്കും. അപ്പൊ ഡാഡി വന്നാൽ എനിക്ക് എന്തുണ്ട്? അമേരിക്കൻ ബെസ്റ്റ് ഉണ്ട്. അപ്പോ മൂത്തവൻ പറഞ്ഞ അങ്ങനെ, മൂത്തവൻ അങ്ങനെ ചിന്തിച്ചത്. മൂത്തവൻ എന്താ ചിന്തിച്ചത്? എനിക്ക് ഷർട്ട് വേണം, എനിക്ക് പാൻസ് വേണം, എനിക്ക് ഇത് വേണം അത് വേണമെന്ന്. ഇളയവൻ ചിന്തിച്ച് അങ്ങനെയല്ല, ഡാഡി ഇഞ്ഞ് വന്നാൽ മതി. അതാ പറഞ്ഞത്, ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട്. ദൈവം ഇല്ലേ പിന്നെ എനിക്ക് വല്ലതും ഉണ്ടോ? എനിക്ക് അനുഗ്രഹവും ഇല്ല, വിശ്വസ്തതയും ഇല്ല, ദൈവമൊന്നുമില്ല. ആരുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടിയല്ല ദൈവത്തെ പോകുന്നത്. ദൈവം ആരാണ്, ദൈവം എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ദൈവത്തെ അനുഗമിക്കും. അങ്ങനെ അനുഗമിക്കുമ്പോൾ എനിക്ക് വേണ്ടതൊക്കെ എന്ത് ചെയ്യും? അതെ, മുൻപ് ദൈവരാജ്യവും നീതിയും അന്വേഷിക്കാനല്ലേ പറഞ്ഞത്? അതോടുകൂടെയല്ലേ ഇതൊക്കെ തരുന്നത്. നമ്മൾ അങ്ങനല്ലേ പറയുന്നത്, മുൻപ് ഇതൊക്കെ അന്വേഷിച്ചിട്ട് ദൈവം ഇതൊക്കെ തരാമെന്ന് ഗ്യാരണ്ടി ആവുമെങ്കിൽ ഞാൻ നിന്റെ പുറകെ വരാവുന്ന. ഇത് നമ്മൾ തെറ്റായിരിക്കുന്ന ഒന്നാണ്. അതെ, അപ്പോ ഇദ്ദായിയെ സംബന്ധിച്ച് പറയുമ്പോ അങ്ങനെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദാവീദ് നേർന്നു. ഇദ്ദായി അത് വേണ്ടെന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ദൈവാനുഗ്രഹം നേർന്നിട്ടും ദാവീദിനെ വിട്ടിട്ട് ഒരു ജീവിതം വേണ്ട എന്നാണ് നിശ്ചയിച്ചത്. ദൈവത്തിന്റെ വിശ്വസ്തയെ ഞാൻ അനുഭവിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ദൈവത്തിന്റെ പരിപാടിയിലെ മനുഷ്യനാണ് ദാവീദ്. ഈ ദാവീദിനെ വിട്ടിട്ട് കുറെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യാൻ? വേണ്ട, എനിക്ക് ദാവീദിനെയാ വേണ്ട. അതെ,
എനിക്ക് ദാവീദിനെ വേണ്ടത്. പണവും പ്രതാപവും പേരും പെരുമയും സ്ഥാനവും മാനവും എല്ലാം മറുപക്ഷത്തേക്ക് മാറിയാൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരിക്കെ ആരാണ് ഇതൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഒരു സ്ഥലത്ത് വരും? ഈ കൗരവ പാണ്ഡവന്മാരുടെ യുദ്ധം ഉണ്ടല്ലോ, എന്താ കുരുക്ഷേത്ര യുദ്ധം. യുദ്ധത്തില് ശ്രീകൃഷ്ണന്റെ സപ്പോർട്ട് കിട്ടാനായിട്ട് പാണ്ഡവന്മാരും കൗരവന്മാരും ചെന്നു. പാണ്ഡവന്മാരുടെ എന്താ മൂത്തവന്റെ പേരെന്താ? അപ്പൊ ധർമ്മപുത്രി ചെന്നു ശ്രീകൃഷ്ണനെ സഹായം തേടാനായിട്ട്. അപ്പൊ കൗരവന്മാരുടെ ജ്യേഷ്ഠൻ ചെന്നു. അതാരാ? ദുര്യോധനൻ ചെന്നു. ദുര്യോധനൻ ചെന്ന് തലക്കല്ലിരുന്നു, ധർമ്മപുത്രി എന്ന് കാൽക്കല്ലിരുന്നു. അതെ. അപ്പോ കൃഷ്ണൻ ഇങ്ങനെ ഉറങ്ങുകയാണ്. കൃഷ്ണൻ ഉറങ്ങിയ ഇങ്ങനെ എഴുന്നേറ്റ ഒരാൾ ഉറക്കത്തിൽ നേരെ എഴുന്നേക്കുന്നത് കാണുന്ന ആരെയാ? തലക്കിലിരിക്കുന്ന ആളെ കാണത്തില്ല, കാൽക്കലിരിക്കുന്ന ആളെ കാണത്തുള്ളൂ. കാൽക്കലിരിക്കുന്ന ധർമ്മപുത്രി കണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, യുദ്ധം നടക്കുകയാണ്, അപ്പോ ഞങ്ങളുടെ കൂടെ പക്ഷം ചേരണമെന്ന് പറഞ്ഞു. അപ്പോ മറ്റേ ആൾ അവിടെ തലയ്ക്ക് പറഞ്ഞ് ഞങ്ങളോട് ചേരണമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണന്റെ അവസാനം ചോദിച്ചു, 2 ഓഫറുണ്ട്. 1,00,000 പട്ടാളത്തെയും എൻ്റെ ആയുധങ്ങൾ മുഴുവൻ ഒരാൾക്ക് തരാം, വേറൊരാളുടെ കൂടെ ഞാൻ പോവാമെന്ന് പറഞ്ഞു. ഉടനെ ദുര്യോധനൻ പറഞ്ഞു, ആയുധവും പട്ടാളത്തെയും തന്നാൽ മതിയെന്ന്. ധർമ്മപുത്രി പറഞ്ഞു, ശ്രീകൃഷ്ണൻ ഇനി വന്നാൽ മതിയെന്ന്. അപ്പോൾ യുദ്ധം ജയിച്ചത് പാണ്ഡവന്മാരാണ്. കാരണം ശ്രീകൃഷ്ണൻ ആരുടെ കൂടെ ആണോ അവരെല്ലാം യുദ്ധം ജയിക്കും എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ എന്താ കണ്ടത്? 1,00,000 പട്ടാളവും ആയുധം ഉണ്ടെങ്കിൽ യുദ്ധം ജയിക്കുകയില്ലേ? അതല്ല വേണ്ടത്. ഞാൻ പറയുന്നത് അതിനെങ്കിൽ നമ്മുടെ കർത്താവ് ചോദിക്കുന്നു അത് തന്നെയാണ്. നിനക്ക് 500 ഏക്കർ വസ്തുവും അതിൻ്റെതായ എല്ലാ സാധനങ്ങളും വേണോ, അതോ എന്നെ വേണോ? നമ്മൾ മിക്കവാറും പേര് പറയും, 500 ഏക്കർ വസ്തു സാധനങ്ങൾ തന്നാൽ മതി, ഞാൻ അവിടെ അധ്വാനിച്ച് ജീവിച്ചോളാം, നിന്നെ ബുദ്ധിമുട്ട് അന്വേഷിക്കാൻ മേലെ വരികയില്ല. എത്ര പേര് വരും, കർത്താവെ അത് വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി, നിന്നെ മാത്രം മതി. പട്ടിണിയായാലും രോഗമായാലും പ്രയാസമായാലും നിന്നയായാലും എൻ്റെ കർത്താവിനെ എനിക്ക് മതി. മറ്റൊരു പറയും, അങ്ങനെയല്ല കർത്താവ്, നീ തരുന്ന അനുഗ്രഹങ്ങളാണ് എനിക്ക് വേണ്ടത്, സന്തോഷവും സമാധാനവും സമൃദ്ധിയും അല്ലേ, ആരോഗ്യവും ബലവും മക്കളും വീടും, അതൊക്കെ നീ തന്നാ മതി, നീ കൂടുതലൊന്നും ചെയ്യണ്ട, ഇതൊക്കെ തന്നാ മതി. നീ സ്വർഗത്തിൽ സമാധാനമായിട്ട് ഇരിക്കുക, ഞാൻ ഭൂമി സമാധാനമായിട്ട് ഇരുന്നുകൊള്ള. അങ്ങനെ കർത്താവിനെ കൂടുതൽ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളെ കാത്തിരിക്കുന്ന ആളുകളാണ് നമ്മളെ. അത് നമുക്കൊരു ആപത്താണ്. ചില സമയത്ത് നമ്മൾ ഏലിയാവിന് പറ്റിയൊരു ആപത്ത് അതാണോ എന്ന് എനിക്കറിയില്ല, കാരണം ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ കാക്ക എന്ന് വരുമാനം 40 വർദ്ധിയും കൊണ്ട്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഏലിയാവിൻ്റെ കാര്യം മനസ്സിലായി, ഇനിയിപ്പോൾ ഞാൻ കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല, 10 മണിയാകുമ്പോൾ കാക്ക കൃത്യ സമയത്ത് വന്നോളും. ഒരു ദിവസം 10 മണിയായപ്പോൾ എഴുന്നേറ്റിരിക്കുക, 10 ആയി, 10:30 ആയി, 11 ആയി, 11:30 ആയി, 12 മണിയായി, കാക്കി കാണുന്നില്ല. തോട്ടിലോട്ട് നോക്കുമ്പോൾ വെള്ളം പറ്റിയും പോവുകയാണ്. അപ്പോഴാണ് ഞാൻ കാക്കയ്ക്ക് വേണ്ടിയല്ല കാത്തിരിക്കേണ്ടത്, കാക്ക അയച്ച കർത്താവിന് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത് എന്ന് ഏലിയാവിന് മനസ്സിലായത്. ഞാൻ പറയാം, അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാനങ്ങ് പറയാം. ഉടനെ ആ കർത്താവിന്റെ ശബ്ദം കേട്ടത്, ഏലിയാവ് എഴുന്നേൽക്കുക, കാക്കയെ കാത്തിരുന്ന മതി, ഇനി നീ സരേഫാത്തിലെ വിധവയുടെ അടുക്കിലേക്കാണ് പോകുന്നത്, ചാകാണ്ടിരിക്കുന്ന ഒരു വിധവയുടെ മകന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ചിലപ്പോൾ നമുക്കും ഈ ഏലിയാവ് ചെയ്തോന്ന് എനിക്കറിയില്ല, ഞാൻ ആവശ്യമില്ലാതെ ഏലിയാവിനെ ആരോപിച്ചെന്ന് വരാൻ പാടില്ലല്ലോ, കാരണം അവിടെ ചെല്ലുമ്പോൾ ഏലിയാവ് കയറി പിടിക്കും, നീ എന്നെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന്. അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഒരുപക്ഷെ അങ്ങനെയാ സംഭവിച്ചെങ്കിൽ. പിന്നെ ഏലിയാവിനെ പോലെയുള്ള ആളുകൾ ധാരാളം ഇവിടെ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതെ, അങ്ങനെ നമുക്ക് സംഭവിക്കരുത്. ഇദ്ദായി അങ്ങനെ മനുഷ്യനായിരുന്നില്ല. ഇദ്ദായിക്ക് വേണ്ടത് ദാവീദിനെയാണ്, അല്ല. അതെ, ഇദ്ദായി പറഞ്ഞത് എന്താണെന്നറിയാമോ? മരണമോ ജീവനോ എന്തു വന്നാലും അടിയൻ. മരണം ഒഴികെ എന്തു വന്നാലും എന്നല്ല, മരണമോ ജീവനോ എന്തു വന്നാലും അടിയൻ. ദാവീദേ, ഞാൻ നിന്റെ കൂടെ പോയി നാളെ ചാകുകയാണ്, ചാകുകയാണ്, ഗുഹയിൽ കിടന്ന് ചാകുക, അവിടെ പാമ്പ് കടിച്ച് ചാകാം, വന്യമൃഗങ്ങൾ പിടിച്ച് ചാകാം, പട്ടിണി കിടന്ന് ചാകാം, രോഗം പിടിച്ച് മലമ്പനി പിടിച്ച് ചാകാം, എന്ത് വേണമെങ്കിൽ ചാകാം. മരണമോ ജീവനോ എന്തായാലും നിന്നെ വിട്ടു പോകുന്ന പ്രശ്നം ഇല്ല. കർത്താവിനോട് അങ്ങനെ നമുക്ക് പറയാൻ നോക്കുമോ? കർത്താവ്, നീ തന്നാലും തന്നില്ലെങ്കിലും, നീ അനുഗ്രഹിച്ചാലും അനുഗ്രഹിച്ചില്ലെങ്കിലും, നീ രോഗം സൗഖ്യമാക്കിയാലും സൗഖ്യമായില്ലെങ്കിലും,
ഉപജീവനത്തിനുള്ള മാർഗം തന്നാലും തന്നില്ലെങ്കിൽ, പട്ടിണി കിടന്ന് ചാകേണ്ടി വന്നാലും നിന്നെ വിട്ടൊരു പരിപാടിക്ക് ഞാനില്ല. അങ്ങനെ പറയണം. അങ്ങനെ പറയാനാണ് നമുക്കിടയാകേണ്ടത്. അതെ. അപ്പൊ ഇദ്ദായി മോഡലാണ് നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. നാളുകൾ സഭ മാറുന്നതും പ്രസ്ഥാനങ്ങൾ മാറുന്നതും ഇത്തിരി ലാഭത്തിന് വേണ്ടിയാണ്. ശമ്പളം, അലവൻസ്, പെൻഷൻ, പിന്നെ മറ്റുള്ള ബെനിഫിറ്റ് ഒക്കെ പരിഗണിച്ചാണ് ഇന്ന് ഏത് സഭയിൽ നിൽക്കണമെന്നോ ഏത് മിഷൻ ബോർഡിൽ നിൽക്കണമെന്നോ ഒക്കെ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അല്ലാതെ കർത്താവിനെ നോക്കിയൊന്നുമല്ല. ഇത് കർത്താവിന്റെ പരിപാടിയാണ്, ഇത് കർത്താവാണ്, വചനമാണ്, അതൊന്നും നോക്കിയൊന്നുമല്ല. അഞ്ചാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദായിയുടെ തീരുമാനം മരണത്തെയും ജീവനെയും ഭയപ്പെടാത്ത ഒരു തീരുമാനം. അതെ. യജമാനായ രാജാവ് എവിടെ ഇരിക്കുമോ ഞാനും അവിടെ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. യജമാനായ രാജാവ് എവിടെ ഇരിക്കുമോ അവിടെ, മരണമായാലും ജീവനായാലും. രാജാവ് ഓടി അലയുന്നെങ്കിൽ ഇദ്ദായിയും ഓടി അലയും. രാജാവ് പട്ടിണി കിടക്കുന്നെങ്കിൽ ഇദ്ദായിയും പട്ടിണി കിടക്കും. രാജാവ് കൊല്ലപ്പെടുന്നെങ്കിൽ ഇദ്ദായിയും കൊല്ലപ്പെടും. രാജാവിനോട് കൂടെ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലും കഴിയാനുള്ള തീവ്രമായ ഇച്ഛയാണ് രാജാവ് ഇദ്ദായിക്കുള്ളത്. മരണമോ ജീവനോ എന്തു വന്നാലും അടിയൻ നിന്നെ വിട്ടു പോകുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് നീ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മോവാബ് ദേശക്കാരിയായ രൂത്ത് ചെയ്തൊരു തീരുമാനം അങ്ങനെയാണ്. എന്നാൽ രൂത്തിന്റെ അമ്മായിമ്മ ചെയ്ത തീരുമാനം എന്തായിരുന്നു? ബേത്ലഹേമില് കൊയ്ത്ത ഇല്ല, മഴ 2 കൊല്ലം പെയ്തില്ല എന്ന് കണ്ടപ്പോൾ നവോമിയും എലിമലേക്കും എന്താ ചെയ്തത്? ഈടാ ഇവിടെ യഹോവയുണ്ടെന്ന് പറഞ്ഞ കാര്യം തന്നെ, പിള്ളേർക്ക് കൊടുക്കാൻ ചോറില്ല. മോവാബ് ചോറുണ്ട്, അരിയുണ്ട്. ചലോ പോയി മോവാബ്. അതാണ്. പിന്നെ തിരിച്ചു വന്ന എപ്പോഴാന്നറിയാമോ? ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചു. കൊയ്ത്തിന്റെ കാലമാണ് എന്ന് കേട്ടപ്പോൾ നവോമി മനോട് പറഞ്ഞു നോക്കുവാന്ന് പറഞ്ഞു. ഇപ്പൊ അവിടെ ചെന്നാൽ അരി കിട്ടും. ഈ അരിയുടെ ഫിലോസഫി നോക്കി പോയൊരു സ്ത്രീയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 3 പുരുഷന്മാരും അത് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് 2 സ്ത്രീകള് തന്നെ വന്നു. അതുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞു, എന്നെ നിങ്ങൾ നവോമി എന്ന് വിളിക്കേണ്ട, മാറ എന്ന് വിളിപ്പീൻ. സർവശക്തൻ എന്നോട് കയ്പായിട്ട് പെരുമാറിയതാണ്. അങ്ങനെ ലോകത്തിൽ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, ദൈവം എന്നോട് ദോഷമായിട്ട് പെരുമാറും. പരിശുദ്ധാത്മാവിന് നിഴലാന്നൊക്കെ പറയാറുണ്ട് ആളുകള്. നവോമി ആയിരിക്കാം, എനിക്കറിയില്ല. ഏതായാലും വളരെ മോശമായ നിഴലാണ് അങ്ങനെയൊക്കെ പറയുന്ന പ്രസ്താവന. അത് സർവശക്തൻ എന്നോട് ന്യായമായി പെരുമാറി. ദൈവത്തെയും ദൈവത്തിന്റെ ജനത്തിന്റെ ആരാധനയും ദൈവാലയത്തെയും എല്ലാം വിട്ട് ഞാൻ അരിക്ക് വേണ്ടി മാത്രം ദൈവത്തിന്റെ കൂട്ടായ്മ കളഞ്ഞു പോയ ഒരാളാണ്. ദൈവം എന്നോട് ന്യായമായി പെരുമാറി. എന്റെ ഭർത്താവിനും എന്റെ മക്കളെയും കൊന്നു, അവസാനം എന്നെ തിരിച്ചു. നമ്മുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ചിലപ്പോൾ കാണുകയില്ല. ഇദ്ദായി അങ്ങനെയല്ല. ഇദ്ദായി അങ്ങനെയല്ല. ഇദ്ദായി എനിക്ക് വളരെ ബഹുമാനമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ രാജാവ് എന്താ പറഞ്ഞത്? രാജാവ് പറഞ്ഞു, നീ കൂടെ പോരെ. അങ്ങനെ പറഞ്ഞ, നീ കൂടെ പോരുക. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നീ കൂടെ പോരുക. ദാവീദ് രാജാവാണെങ്കിലും, ദാവീദ് സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും, ദാവീദ് നിർബന്ധിച്ചെങ്കിലും, ന്യായങ്ങൾ നിരത്തി വെച്ചെങ്കിലും ഇദ്ദായിയുടെ മുൻപിൽ രാജാവ് മുട്ടുകുത്തി പറഞ്ഞു, നീ പോരുക. അങ്ങനെയുള്ള ആളുകളെ കിട്ടിയ വിടരുത്. ഇദ്ദായിയെ പോലെയുള്ള ആളുകളെ കിട്ടിയ നമ്മൾ എന്ത് പറയണം? നീ പോരുക, നീ പോരുക. നിന്നെ കൊള്ളാം, നിന്നെ കൊള്ളാം. നിന്നെ പോലുള്ളവരെ എനിക്ക് വേണ്ടത്, നിന്നെ പോലുള്ളവരെ വേണ്ടത്. നീ പോരാൻ പറയണം. അങ്ങനെയുള്ള ഇദ്ദായിമാരിലൂടെ നമ്മൾ പോയാൽ നമുക്ക് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. കാരണം അവർ പ്രശ്നം കാണുമ്പോൾ ഓടിപ്പോകുന്നവരല്ല, അവർ ലാഭത്തിന് വേണ്ടി വന്ന ആളുകളല്ല. ഇദ്ദായിയുടെ നിശ്ചയത്തിന് മുൻപ് ദാവീദിന്റെ തീരുമാനം മാറ്റേണ്ടി വന്നു. യഥാർത്ഥ ഭക്തന്മാർക്ക് എന്തൊരു സ്വാധീനമാണുള്ളതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. രാജാവാണ്, രാജാവിന്റെ കൽപ്പനയാണ് നീ പോവുക എന്നുള്ളത്. പിന്നെ ന്യായങ്ങളെല്ലാം നിരത്തി വെച്ചു. എന്നിട്ടും ഇദ്ദായി പറഞ്ഞു, ഒരു പ്രയോജനമില്ലെന്ന്. ഇക്കാര്യത്തിൽ രാജാവിനെ അനുസരിക്കുന്ന പ്രശ്നമില്ല. ദോഷം എനിക്കല്ലേ വരുന്നത്, ഞാനല്ലേ പട്ടിണി കിടന്നിയാകേണ്ടത്. ചത്തോളാം. ഭക്തന്മാർ അങ്ങനെയാണല്ലോ, ദൈവത്തിന്റെ തീരുമാനങ്ങളെ മാറ്റിവെക്കുക. അങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാൽവിനിസ്റ്റാണ്, തികഞ്ഞ കാൽവിനിസ്റ്റാണ്. ദൈവത്തിന്റെ തീരുമാനത്തെ ഒന്നും മനുഷ്യൻ മാറ്റാൻ ഒക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും മാനുഷികമായി പറഞ്ഞ മാറ്റം. ദൈവം മോശയോട് എന്തോ പറഞ്ഞ, ഇസ്രായേൽ മക്കളെ മറുതിരിക്കുകയും കാളക്കുട്ടി ഉണ്ടാക്കുകയൊക്കെ ചെയ്തു പറഞ്ഞത്, ഞാൻ ഇവരെ നശിപ്പിച്ചത് നിന്റെ സന്തതിയെ
ഒരു ജാതിയാക്കും എന്ന് പറഞ്ഞു. ഈ മോശം പറഞ്ഞു ചെയ്യരുതെന്ന് പറഞ്ഞു. 40 രാവും 40 പൗരോട് വീണ് കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ചെയ്യരുത്. നാട്ടുകാരത് കേൾക്കുന്ന, വീട്ടുകാർ കേൾക്കുന്ന, നീ ജനത്തെ രക്ഷിക്കാൻ കഴിവില്ല എന്നോട് മരുഭൂമി കൊണ്ട് കൊന്നാന്ന് പറയും. എന്നിട്ട് നാമത്തിന് ദൈവം ഉടനെ എന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും കേട്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയും കേട്ടിരിക്കുന്നു, ഇസ്രായേലിനെ നശിപ്പിക്കുകയില്ല. ഇസ്രായേലിനെ നശിപ്പിക്കാനല്ല ദൈവം തീരുമാനിച്ചിരുന്നത്, അവരെ കനാനാട്ടിൽ കൊണ്ടുവന്ന് തന്നെയാണ്. എങ്കിലും ഇടക്കാലത്ത് വരുന്ന ഇങ്ങനെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ചില സംഗാര്യമുണ്ട്. അത് ദൈവവും മനുഷ്യനും ദൈവത്തിന്റെ ഭക്തന്മാരും തമ്മിലുള്ളതായിരിക്കുന്ന സംഭാഷണമാണ്. അതേ ഒന്നും ചൊല്ലി നിങ്ങൾ തിയോളജി ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത്. അങ്ങനെ പറഞ്ഞില്ലയോ, ഇങ്ങനെ പറഞ്ഞില്ലയോ, ദൈവം മാറ്റിയില്ലയോ, അപ്പൊ ദൈവത്തെ മാറ്റാൻ നോക്കും, അങ്ങനൊന്നും ചോദിക്കരുത്. അതൊക്കെ പൊട്ടന്മാരുടെ ചോദ്യമാണ്. ദൈവത്തിന്റെ ഭക്തന്മാരുടെ മുൻപിൽ ദൈവം മുട്ടുകുത്തുമെന്ന് ചോദിച്ചാൽ ഇല്ല. ദൈവം ആരുടെയും മുന്നേ മുട്ടുകുത്തിയത് നമുക്കറിയാം. പക്ഷെ ദൈവത്തിന്റെ ഭക്തന്മാര് രാപ്പക തന്നോട് അപേക്ഷിക്കുമ്പോൾ താൻ എന്ത് ചെയ്യും? അവരുടെ കരച്ചിലിനെ കേൾക്കും. അതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. ആ കരച്ചിൽ പരിശുദ്ധാത്മാവ് അവരിൽ പുറപ്പെടുവിക്കുന്ന കരച്ചിലാണ്. ദൈവം താൻ തന്നെ പുറപ്പെടുവിക്കുന്ന കരച്ചിലാണ്. കാരണം എന്താ? ദൈവം ആഗ്രഹിച്ച കാര്യം നിർവഹിക്കാനായിട്ട് ഈ കരച്ചിൽ ആവശ്യമാണ്. ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാതെ കനാനിൽ അവരെ കൊണ്ടുചെല്ലണമെങ്കിൽ മോശ എന്ന് പറഞ്ഞതായിരിക്കും മനുഷ്യൻ ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ മുന്നേ 40 രാവും 40 പകലും കിടന്ന് കരഞ്ഞെങ്കിലേ ഒക്കൂ. അവനെ കൊണ്ട് കരയിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എന്നിട്ട് പറയാം ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറയും. ദൈവത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങളും വിധങ്ങളും ഒക്കെ വളരെ അതിശയമാണ്. അപ്പൊ ഇദ്ദായുടെ ദുർവാശിയാണോ? എവിടെ? ഇദ്ദായി ഒരു ദുർവാശിക്കാരനേ അല്ല. ദാവീദിന്റെ തീരുമാനത്തെ ഇദ്ദായുടെ ദുർവാശിയൊന്നും അല്ല തിരിഞ്ഞ. പിന്നെയോ ഇദ്ദായുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും നിസ്വാർത്ഥമായ തന്റെ ലോയൽറ്റി, തന്റെ കൂറിന്റെയും മുൻപിൽ ദാവീദിന് തന്റെ തീരുമാനം മാറ്റാതിരിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏഴാമത് പറയാൻ ഈ ഇദ്ദായിയുടെ സ്വാധീനത്തെയാ ഞാൻ 22ാമത്തെ വാക്യം വായിച്ച്. 22ാമത്തെ വാക്യം, ഈ മനുഷ്യൻ എന്തൊരു സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു ഞാനങ്ങനെ ചിന്തിച്ച് അതിശയിച്ചിട്ടുണ്ട്. എങ്ങനെ ഹിത്യനായ ഇദ്ദായിയും അവന്റെ ആളുകളും അവനോട് കൂടെയുള്ള കുഞ്ഞു കുട്ടികളും. അപ്പൊ എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഇദ്ദായി മതം മാറ്റം നടത്തിയപ്പോ ഇദ്ദായിയുടെ കുടുംബം മുഴുവൻ എന്ത് ചെയ്തു? മതം മാറ്റം നടത്തി. ഇദ്ദായിയുടെ കൂടെ ഇദ്ദായിയുടെ സഹോദരന്മാരും ഭാര്യമാരും അവരുടെ കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ടായി. നമുക്ക് സാധിക്കാത്തൊരു കാര്യം ഇദ്ദായി ചെയ്തു. നമ്മൾ ഫെലിസ്ത്യ ജാതിയിൽ നിന്നും ഇസ്രായേലിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ഇദ്ദായി എന്ത് പറഞ്ഞു? ഇദ്ദായി പറഞ്ഞു, ഞാൻ മാത്രം ചെയ്താൽ പോരാ, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മാത്രം, പിന്നെ സഹോദരന്മാരും. ആ വാക്കിൽ സഹോദരന്മാരെന്ന് പറഞ്ഞ വാക്കിൽ ദീസ് റിലേഷൻസ്. അപ്പോ ഒരു പക്ഷെ 100 പേര് ഇദ്ദായിയുടെ കൂടെ ഉണ്ട്. അവരെല്ലാവരും കൂടെയാണ് ഇങ്ങോട്ട് പോരുന്നത്. ഇദ്ദായി ഒരു സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. അതെ, ഇദ്ദായി അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി മാറുന്ന ഒരു മനുഷ്യനല്ല, സത്യത്തിലൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ ഇദ്ദായിയുടെ കുടുംബക്കാരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ മാത്രമേ ഉള്ളൂ സത്യദൈവം. നമ്മുടെ ദാഗോനും ദീഗോനും ഒക്കെ ഉണ്ടല്ലോ, ഇവനൊന്നുമില്ല. ഇസ്രായേലിന്റെ പെട്ടകത്തിന് മുന്നേ തലയൊടിഞ്ഞല്ലേ നമ്മുടെ ദേവന്മാര് കിടന്നത്. എന്ത് ദേവന്മാര്? സത്യദൈവം നമ്മുടെ ഇസ്രായേലിന്റെ ദൈവമല്ലേ. ഞാൻ ആ ദൈവത്തെ സേവിക്കാൻ പോവാ, നിങ്ങൾ വരുന്നോ? ഞങ്ങൾ ഈ നാട് വിട്ടു വരുന്നില്ല. വരികയായിരിക്കും നിങ്ങൾക്ക് നല്ലത് കേട്ടോ. ഇവിടെ കിടന്നെങ്കിൽ നശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അവരെയും കൂടെ കൊണ്ടുപോകത്തൊക്കെ വേണം ഇദ്ദായിക്ക് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ, ഞാൻ എന്ത് സ്വാധീനമില്ലാത്ത മനുഷ്യനാണ്, ഒരു സ്വാധീനവും ഇല്ലാത്ത മനുഷ്യനാണ്. എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ വന്നില്ല. അവരെല്ലാവരും എന്നോട് പറഞ്ഞത്, എടാ ബൊട്ട, നമ്മൾ ഈ നിൽക്കുന്ന സഭയാടാ ലോകത്തിലെ ആത്യന്തിക സഭ, ഇതിനേക്കാൾ വലിയ സത്യമില്ല. നീ ഈ സത്യം ത്യജിച്ചിട്ടാണ് നീ പോയി ഓരോ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത് എന്നേ അവർ പറഞ്ഞുള്ളൂ. നീ എന്താ വിശ്വസിക്കുന്നത് പോലും അവരെ കേൾക്കാൻ മനസ്സില്ല. ഞാനൊന്ന് പറയട്ടെന്ന് പറയാം, കേൾക്കണ്ട, പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം നീ വിശ്വാസത്യാഗം ചെയ്തവനാണ്. അപ്പൊ നമുക്ക് സ്വാധീനമില്ല. എന്റെ വല്യപ്പന് സ്വാധീനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്റെ ഗ്രാൻഡ് ഫാദറാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്നത്. അതോടുകൂടെ കുടുംബത്തിലുള്ള ഒത്തിരി ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു. ഒത്തിരി ആളുകൾ, എത്ര കുടുംബങ്ങൾ വന്നു. ഈ സ്വാധീനം എന്ന് പറയുന്നത് ഇല്ല. ഒരുപക്ഷെ ദൈവം അങ്ങനെ എൻ്റെ കുടുംബത്തിലെ ആളുകളെ തരാഞ്ഞ ദൈവത്തിന്റെ കരുണയാണെന്ന് വിചാരിക്കുന്നു. കാരണം അവർ വന്നിരുന്നെങ്കിൽ അവരെന്നും എൻ്റെ മേൽ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കും ഓരോരോ കാര്യങ്ങൾക്ക്. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവരുടെ സമ്മർദ്ദത്തെ ഇല്ലാതെ ഒഴിവാക്കി വേണം. അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഏതായാലും
ഇദ്ദായെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് സന്തോഷമാണ്. എന്താണ്? ഇദ്ദായി തനിയെ അല്ല ഇങ്ങോട്ട് മാറിയത്, ഇദ്ദായിയുടെ കൂടെ ആളുകള് മാറാനുണ്ടായിരുന്നു. ഒന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ്. ആം ഐ എ മാൻ ഓഫ് ഇൻഫ്ലുവൻസ്? സ്വാധീനത്തിന്റെ ഒരു മനുഷ്യനാണോ ഞാൻ? മറ്റുള്ളവരെ എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? സത്യത്തിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ ആളുകളുണ്ടോ? ഇതൊക്കെ നല്ല ചോദ്യമാണ്. നീയും നിന്റെ സഹോദരങ്ങളും നിന്റെ കുഞ്ഞു കുട്ടികളും അല്ലേ? അങ്ങനല്ലേ? നിന്റെ കുഞ്ഞുങ്ങളും കുട്ടികളും എല്ലാവരും കൂടെ പോരട്ടെന്നാ പറയുന്നത്. അപ്പൊ ഇദ്ദായിയോടുകൂടെ സഹോദരന്മാരും അവരോടുകൂടെ വളരെ കുഞ്ഞു കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് വനത്തിൽ നടക്കാനുള്ള ഒരു തീരുമാനമായി ഇദ്ദായി ചെയ്തത്. അത് ഓർക്കണം. ഇത് കനാൻ നാട്ടിലേക്കുള്ള പോക്കല്ല. കുഞ്ഞുകുട്ടികളെയും കൊണ്ട് പോയി പാലും തേനും ഒഴുകുന്ന ദേശത്ത് മക്കളെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാലും തേനുമാണ്, നമുക്ക് സുഖമാണ്. ആഹാ, അബ്ശാലോമിനെ പേടിച്ച ഈ വനാന്തരത്തിൽ കൂടെ നടക്കുന്ന സമയത്തെ പാലുമില്ല തേനുമില്ല, പിന്നെ പഴുതാരയും തേളും പാമ്പും ഒക്കെയാ ഉള്ളത്. ഈ കുഞ്ഞുകുട്ടികളെയും കൊണ്ട് ഈ വനത്തിൽ കൂടെ ഈ ഗുഹയ്ക്കകത്തുമൊക്കെ എന്തോ ഒരു ബന്ധപ്പാട് ഇതിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഭാര്യമാരും പിള്ളേരും എല്ലാം നടക്കുമെന്ന് പറഞ്ഞു. കഷ്ടത സഹിക്കാനായിട്ടാണ്. ഭക്തന്മാരായ ആളുകളൊക്കെ പരാജയപ്പെട്ട് എവിടെയാണെന്നറിയാമോ? അവർ കഷ്ടം സഹിക്കും, പക്ഷെ അവർക്ക് അവരുടെ മക്കൾ കഷ്ടം സഹിക്കുന്നത് കാണാൻ സാധ്യമല്ല. ഞാൻ പട്ടിണി കിടക്കാം, പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കും. ഞാൻ എന്ത് സഹിക്കാം, പക്ഷെ കുഞ്ഞുങ്ങളെ നീ. ഇദ്ദായി അങ്ങനെ പറഞ്ഞില്ല. എന്റെ കുഞ്ഞുങ്ങളും കഷ്ടം സഹിക്കട്ടെ, എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കട്ടെ, എന്റെ കുഞ്ഞുങ്ങളും വെയിലടിക്കട്ടെ, വേർക്കട്ടെ, എന്റെ കുഞ്ഞുങ്ങളും ഗുഹയിൽ കിടന്നുറങ്ങട്ടെ, മുള്ളിൽ കിടന്നുറങ്ങട്ടെ, ഈ വനത്തിൽ നടക്കട്ടെ, അലഞ്ഞു നടക്കട്ടെ എന്റെ കുഞ്ഞുങ്ങൾ. രേഖാവ് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു, കേട്ടില്ലേ? രേഖാവിന്റെ മക്കളോട് അവിടെ അപ്പനായ രേഖാവ് പറഞ്ഞ എന്താണ്? മക്കളെ, ബാബിലോൺകാർ താമസിയാതെ വരുന്നുണ്ട്, ഈ ദേശം കീഴ്പ്പെടുത്തും, ഇതെല്ലാം നശിക്കും, മുഴുവനും പോകും. നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ ദേശത്ത് മുന്തിരിത്തോട്ടങ്ങളോ ഒലിവ് തോട്ടങ്ങളോ വരുത്, നിങ്ങൾ വീടുകൾ വെക്കാൻ പാടില്ല, നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നോണം, നിങ്ങൾ ഒന്നും ചെയ്തെന്ന് പറഞ്ഞു. ഇരമ്യാവരെ ഇച്ചിരി വീഞ്ഞു കുടിപ്പിക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. അവസാനം സ്വർഗത്തിലെ ദൈവം ഇരമ്യാവോട് പറഞ്ഞെന്നറിയാമോ? രേഖാവിന്റെ മക്കള് അവരുടെ അപ്പന്റെ വാക്ക് കേട്ടു, എന്റെ ജനമോ എന്റെ വാക്ക് കേൾക്കുന്നില്ല. അതുകൊണ്ട് രേഖാവിന്റെ മക്കളിൽ തലമുറയിൽ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കാൻ ഒരാൾ ഇല്ലാതെ വരുന്നൊരു കാലം ഉണ്ടാവില്ല. ഒരപ്പന്റെ തീരുമാനം നല്ല തീരുമാനമൊന്നും ആയിരുന്നില്ല. വീട് പണിയരുതെന്ന് പറഞ്ഞാൽ നല്ല തീരുമാനമാണ്. മുന്തിരിത്തോട്ടം ഉണ്ടാക്കരുത് നല്ല തീരുമാനമാണ്. ഒലിതോട്ടം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ നല്ല തീരുമാനമാണ്. അലഞ്ഞിരിഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞാൽ നല്ല തീരുമാനം. നമ്മൾ ആരെങ്കിലും മക്കളെ വെച്ച് ജോലി നോക്കരുത്, ഒന്നും നോക്കരുത് കേട്ടോ, തെണ്ടി നടന്നോണം, വീടും വെക്കരുത്, ഒന്നും വെക്കരുത്, എവിടെയെങ്കിലും കടയുടെ തിണ്ടയിലും കിടന്ന് ഉറങ്ങിക്കണം രാത്രി, കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്ന അറിയാം? അപ്പനെ പിടിച്ചുകൊണ്ട് ഊളന്മാരെ കൊണ്ടിടും. അതാ ചെയ്യാൻ പോകുന്നത്. ഈ അപ്പന് വലിയ സുബോധം ഇല്ലെന്ന് തോന്നുന്നു, പറഞ്ഞു കേട്ടില്ലെന്ന്. രേഖാവിന്റെ മക്കൾ ചെയ്തില്ല, ഇദ്ദായിയുടെ വീട്ടുകാരും അത് ചെയ്തില്ല. ഈ ഇദ്ദായിയുടെ ഓരോ തീരുമാനങ്ങൾ കേട്ടില്ലേ? ആ അബ്ശാലോമിന്റെ കൂടെ യെരൂശലേമിൽ കണ്ട് താമസിക്കേണ്ടതാണ്. അതിന് പകരം ദാവീദിന്റെ കൂടെ ഓടിപ്പോകുന്ന ദാവീദിന്റെ പുറകെ പോയിരിക്കുകയാണ് വനത്തില്. എവിടെ? ഭ്രാന്ത, ഇവർക്കൊക്കെ ഭ്രാന്ത എന്ന് പറയില്ല. അവരൊന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു കാണുകയില്ല. അപ്പോ വളരെ സ്വാധീനമുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഓർക്കുകയാണ്. അതെ, 23-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ദേശമൊക്കെയും വലിയ കഷ്ടത്തിലായി. ദേശമൊക്കെയും വലിയ കഷ്ടത്തിലായി. ഈ പശ്ചാത്തലത്തിലാണ് ഇദ്ദായി മക്കളും ദേശത്തിലല്ല, ദേശം വിട്ട് വനത്തിൽ പോയി അലഞ്ഞു നടക്കാനായിട്ട് പോയി. അതെ, അപ്പൊ സുഖകരമായ ഒരു പരിപാടി അല്ല ഇത്. സുഖകരമായ ഒരു പരിപാടിയെ ഭാവനയിൽ കണ്ടുകൊണ്ടല്ല ഇദ്ദായി ദാവീദിനോട് ചേർന്നത്. ഇദ്ദായിയുടെ മക്കളെയും സഹോദരന്മാരെയും പിള്ളേരെയും എല്ലാം വന്നത്, മക്കളെ നമുക്കൊരു ദോഷവും വരികയില്ല, ഗുണമുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, ദാവീദ് വലിയ മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ പോയാൽ നമുക്ക് ഒരു ദോഷവും വരുമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല. അല്ല, മരണമെങ്കിൽ മരണം, ജീവനെങ്കിൽ ജീവൻ. ദൈവത്തിന്റെ മനുഷ്യനാണ്, ദൈവത്തിന്റെ പരിപാടിയാണ്, ഞങ്ങൾ അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് പറയാനുള്ള ദൈവത്തിന്റെ വർത്തമാനകര പരിപാടിയായ സഭ, ദൈവത്തിന്റെ പരിപാടിയായ സഭയെ ഗുണമായാലും ദോഷമായാലും പട്ടിണിയായാലും പ്രയാസമായാലും അപമാനമായാലും BJP കൊണ്ടുവന്ന് തല്ലിയാലും കൊന്നാലും ജയിലിട്ടാലും ഇത് വിട്ടൊരു പരിപാടി, ഇത് വിട്ടൊരു പരിപാടി. മരണമാണേ മരണം, ജീവനാണ് ജീവൻ.
അവിടെ ഇദ്ദായി നമുക്ക് ഒരു നല്ല മാതൃകയായിരിക്കട്ടെ. കൂറുള്ളവനാണ് ഇദ്ദായി. ദാവീദിനെയും സൈന്യത്തെയോട് മത്സരിക്കുന്ന ഒരു സമയത്ത് അബ്ശാലോം, അതിന്റെ ആപത്ത് ഒരുപക്ഷെ ഇദ്ദായി കണ്ടു, അതിന്റെ അന്ത്യം ഒരുപക്ഷെ ഇദ്ദായി കണ്ടു കാണും, എനിക്കറിയില്ല. എന്നാൽ ഇദ്ദായിയുടെ കൂറിനെ ആരും ചോദ്യം ചെയ്തില്ല, ചോദ്യം ചെയ്യാൻ ഇദ്ദായി അവസരം നൽകിയുമില്ല. മരണമായാലും ജീവനായാലും ദൈവത്തിന്റെ പരിപാടിയിൽ ഞാൻ പങ്കാളിയാകും എന്ന് പറഞ്ഞു. തൻ്റെ ഭവനത്തെയും കൂട്ടരെയും അതിനുവേണ്ടി സ്വാധീനിച്ചു. താൻ വലിയൊരു തീരുമാനമെടുത്തു. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തീരുമാനങ്ങളാണ്. അനുകൂല സാഹചര്യങ്ങളിലെ തീരുമാനങ്ങളല്ല, പ്രതികൂല സാഹചര്യങ്ങളിലെ തീരുമാനങ്ങളാണ്. എന്ത് തീരുമാനം നാം എടുക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകട്ടെ. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. ഇദ്ദായിക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇദ്ദായിയെ പോലെയുള്ള ദൈവദാസന്മാരെ, ദൈവമക്കളെ നമുക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്ത് വിലയും കൊടുത്ത് നിൽക്കുവാൻ കഴിവുള്ള ആളുകൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.